അന്ന എന്ത് പറ്റി? എന്തിനാണ് കഴിയുന്നേ? എന്നതാ കൊച്ചെ, കാര്യം പറ. അത് അത് പപ്പ ഒന്നുമില്ല. എന്നെ ഋതുവിന്റെ അടുത്തൊന്ന് കൊണ്ടുവിടുവോ? എന്റെ പൊന്നല്ല, നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. മനുഷ്യനായ കുറച്ച് വിവരം വേണം. ഒന്നുമില്ലെങ്കിലും അയാൾ ഒരു രണ്ടാം കെട്ടുകാരനല്ലേ? ഈ പരിശുദ്ധ പ്രേമമൊക്കെ കർത്താവിനെ ക്രൂശി തറച്ചപ്പോഴേ തീർന്നതാ. എനിക്കറിയാൻ ഋതു, പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടേടാ. ഇതാണ് എനിക്ക് നിന്നോട് ദേഷ്യം. നിനക്ക് തോന്നുന്നുണ്ടോ അയാള് നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്നെ സ്നേഹിക്കുമെന്ന്? നീ ഒരു മന്ദബുദ്ധി. ഇഷ്ടമല്ലാന്ന് പറഞ്ഞിട്ടും അയാളുടെ പുറകെ വീണ്ടും വീണ്ടും നടക്കുന്നു. അയാൾ ഒരു ഭ്രാന്തൻ. ആദ്യ ഭാര്യ മരിച്ചിട്ടും അതിന്റെ ഡിപ്രഷനിൽ ബാക്കിയുള്ളവരെ വെറുപ്പിച്ച് നടക്കുന്നു. ഞാൻ വിചാരിച്ചത് അന്തോണിച്ചൻ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടാകുമെന്ന. പക്ഷെ ഇത്രയ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നാലെ പോകില്ലായിരുന്നു. എന്നെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലേന്ന് ചോദിച്ചപ്പോ അതിനൊരു മറുപടി അയാൾ പറഞ്ഞില്ല. അപ്പോ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാ അപ്പോഴത്തെ ആ സിറ്റുവേഷനിൽ എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞത്. അന്ന, നീ പറയുന്നതല്ല എനിക്ക് മനസ്സിലാകും. പക്ഷെ നിന്നെ വിലയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാ നീ നിന്റെ ജീവിതം കളയുന്നത്. നിന്നെ എത്ര അവോയ്ഡ് ചെയ്താലും നീ പുറകെ ചെല്ലുമെന്നുള്ള ധൈര്യം അയാൾക്ക്. അതിന് നീ തന്നെ ഒന്ന് ആലോചിക്കേ. നിന്നെപ്പോലെ ഒരു പെണ്ണ് പുറകെ നടന്ന ആരാടി ഇഷ്ടമാണെന്ന് പറയാത്തത്? ഒരു കണക്കിന് അയാൾ നിന്നെ ഇഷ്ടമാണെന്ന് പറയാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ നിന്റെ ജീവിതം മൊത്തം ബാറിൽ തീർക്കേണ്ടി വന്നേനെ. ഞാൻ അത് തൊണ്ടാരം അടങ്ങി നിൽക്കുക. ഋതു, എനിക്കിനി എന്നെ ചെയ്യണമെന്നറിയാൻ മേല. എനിക്ക് കേസും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ മൂവോണാകാൻ പോവാ. പിന്നല്ല, ഇതാണ് എന്റെ കൊച്ച്. നിന്നെ കൊണ്ട് പറ്റുമെന്നാമേ. അയാള് പോണെങ്കിൽ പോട്ടെ, നിനക്ക് വേറെ 1000 ചെറുക്കന്മാരെ കിട്ടും. ഈ ഞാൻ കൊണ്ടുത്തരും. ഇനി എനിക്ക് ആരും വേണ്ട. എനിക്കിനി ഒന്നിനും വയ്യ. സമയം ഒരുപാടായിരുന്നു. ഞാൻ പോവാ. പപ്പ പോയില്ലേ? പപ്പയുടെ റൗഡി ഇപ്പൊ ഓക്കെ ആയില്ലേ? ഹാ, നീ ജില്ലെന്ന് നിക്ക്. ഇല്ലെങ്കിൽ പിന്നെ പപ്പയ്ക്ക് എവിടെ നാടി എനർജി? ആലീസിന്റെ അടുത്ത് പിടിച്ചു നിൽക്കേണ്ടതാ നമുക്ക്. പപ്പ ഒന്ന് പോയിക്കേ, ഞാൻ ഓക്കെയാ. ആ, അതാണ് എന്റെ അന്നക്കൊച്ച്. അല്ലെങ്കിൽ ചുമ്മാ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി. എന്താ ഇവിടുത്തെ കാര്യം? വല്ല നടക്കുവോ? അതോ എല്ലാം ആ നവീന്റെ തലയിൽ കെട്ടിവെക്കണോ? പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടൂ. അവന്മാര് വല്ല CBIക്ക് ഏൽപ്പിച്ചോളൂ. സാർ, ഇവിടുന്ന് മറ്റേ ഹെയർ സ്ട്രാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആളുടെ ഫോൺ സൈബറിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഫോറൻസിക്കും ഓട്ടോപ്സി റിപ്പോർട്ടും കൂടി വന്നാ മതി. ആ, വരും. താൻ ഇനി പുറത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. വരുന്ന എല്ലാ റിപ്പോർട്ടും എനിക്ക് അപ്പൊ തന്നെ മെയിൽ ചെയ്യണം. ആ, പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം കൂടിയുണ്ട്. അവരുടെ എല്ലാ ബ്രാഞ്ചിലെ എംപ്ലോയീസിനെ ചോദ്യം ചെയ്യണം. ഒരാൾ പോലും വിട്ടുപോകരുത്. ഓക്കെ സാർ. താൻ എന്തായാലും ഓഫീസിലേക്ക് പോക്കൂ. എനിക്ക് ആന്റണിയോട് ഒന്ന് സംസാരിക്കണം. ഓക്കെ സാർ. ആന്റണി, എനിക്ക് തന്നോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയണം. എന്റെ മോള് ചെയ്യുന്നതിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് തനിക്ക് എന്നോട് പറയാം. ഇനി മേലാൽ എന്റെ മോള് തന്റെ പുറകെ വരില്ല. ഇത് ഞാൻ തരുന്ന ഉറപ്പാ. ഇതിന്റെ പേരിൽ എന്റെ മോള് കരയുകയോ നിന്റെ കൈ അവളുടെ ദേഹത്ത് പതിക്കുകയോ ചെയ്താൽ ഈ ഡേവിഡിന്റെ മറ്റൊരു മുഖം കൂടി നീ കാണും. ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. സാർ. സാർ, ഡോക്ടർ ജയറാമിന്റെ എല്ലാ ബ്രാഞ്ചിലെയും എംപ്ലോയീസിനെ ചോദ്യം ചെയ്തിരുന്നു. അവരിൽ ആരെയും സംശയിക്കത്തക്ക ഒന്നും കണ്ടിട്ടില്ല സാർ. അയാൾക്ക് ഈ പറയത്തക്ക ഫാമിലീസ് ഒന്നുമില്ലേ? ഇല്ല സാർ, അയാളൊരു ബാച്ചിലറാണ്. അങ്ങനെ പറയത്തക്ക റിലേറ്റീവ്സും ആരുമില്ല. വർഷങ്ങളായിട്ട് ജയറാം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ ആളുടെ ഫ്രണ്ട് സർക്കിളിലെ കുറച്ചു പേരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അവരിലും ഒരു ഡൗട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നിരുന്നു. ഡോക്ടർ ജയറാമിന്റെ മരണത്തിൽ ഒരു ഡ്രഗിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതെന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതും മരണകാരണത്തിലുണ്ട്. അപ്പൊ ഇതും സംശയങ്ങൾ എത്തി നിൽക്കുന്നത് ഡോക്ടർ നവീനിലേക്കാണല്ലോ. പക്ഷെ എന്ത് ചെയ്തിട്ടും അയാൾ കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ സാർ. എങ്കിൽ താനൊരു കാര്യം ചെയ്യും, പോലീസിന്റെ ഭാഷയിൽ ഒന്ന് ചോദിച്ചു നോക്ക്.
അപ്പൊ പറയും അവൻ എല്ലാ സത്യങ്ങളും. ബട്ട് സാർ ഇത് റിസ്ക് ആണ്. ആന്റണി പറയുമ്പോഴാണ് ഞാനും അത് ഓർത്തത്. അയാളെ തൊടുന്നത് സൂക്ഷിക്കണം. ഇൻ കേസ് നാളെ അയാൾ പ്രതിയല്ല എങ്കിൽ യൂണിയൻ ഇടപെട്ടാകെ പ്രശ്നമാകും. ഓ, അങ്ങനെ ഒരു റിസ്ക് ഉണ്ടല്ലോ. ഈ യൂണിയൻ കാരണം ഒരാളെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സാർ, ദർ ഇസ് എ പ്രോബ്ലം. വാട്ട്? ഡോക്ടർ ജയറാം മരിച്ച അന്ന് തന്നെ അയാളുടെ ഫോണിലെ എല്ലാ ഡേറ്റാസും നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഏതോ പണി അറിയാവുന്നവനാ. സൈബർ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവരവരുടെ മാക്സിമം റിക്കവറി ചെയ്യാൻ നോക്കുന്നുണ്ട്. അല്ല, എന്താ ഹെയർ സ്റ്റാൻസിന്റെ കാര്യം? അന്വേഷണത്തിലാണ് സാർ. ആദ്യം മരിച്ച ആളുടെ തൊട്ടുള്ള ഹെയർ സ്റ്റാൻസിന്റെ കാര്യം ഇതുവരെ ആയിട്ടില്ല. ഇനി ഇതൊക്കെ പിന്നെ എപ്പോ തെളിയിക്കാനാ നിങ്ങളുടെ ഉദ്ദേശം? ആന്റണിക്ക് ഒരു ചൂടില്ല. തനിക്കെങ്കിലും കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. സാർ, അന്ന ഇന്ന് വരും. അന്നയെ ഇനി പ്രതീക്ഷിക്കണ്ട. അവളുടെ അസൈൻമെന്റ് എല്ലാം കഴിഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്നോട് പറഞ്ഞാൽ മതി. ആ, ഓക്കെ സാർ, ഞാൻ പറയാം. கடவுளே, இன்னும் ரொம்ப தண்ணி குடிச்சிட்டு போல இருக்கு. സാർ. ആ, മുനിയാണ്ടി. വേണ്ട, ആരും എന്നെ പിടിക്കണ്ട. ആന്റണിക്ക് ഒറ്റയ്ക്ക് പോകാനറിയാം. എത്ര പെഗ് അടിച്ചാലും ഇങ്ങനെ ചങ്കം വിരിച്ചു നിൽക്കാൻ ആന്റണിക്കറിയാം. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും. കുടിച്ചു കുടിച്ച് ദേ ഈ ചങ്കും കരളും വാടുന്നവരെ ആന്റണി കുടിക്കും. ആന്റണി കുടിയന. ഇങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നവരെ സ്നേഹിച്ചാൽ മതി. എന്നെ എങ്ങനെ ആക്കിയതാരാ? അവളാ, എന്റെ ലച്ചു. എന്നെ തനിയെ ആക്കി പോയില്ലേ. എനിക്ക് ഈ ലോകത്തിന് ആരുമില്ല, ആരും. വെറുതെ ഒന്നുമല്ലല്ലോ ഞാൻ തല്ലിയത്. എന്റെ ലച്ചുവിനെ പറഞ്ഞോണ്ടല്ലേ. പക്ഷെ വേദനിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. കരയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ ലച്ചുവിനെ പറഞ്ഞപ്പോ ദേ എന്റെ ചങ്കില് കൊണ്ട്. എന്നതാ, അവളെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ലേന്നോ? ആന്റണിക്ക് അറിയാൻ മേല അവളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടോന്ന്, സ്നേഹിച്ചിട്ടുണ്ടോന്ന്. ആന്റണിക്ക് അറിയാൻ മേല. പക്ഷെ ഒന്നും എനിക്ക് എന്റെ ലച്ചുവിന്റെ മുകളിലല്ല, അത് സത്യവാ. ഇനി ഒരിക്കലും എന്റെ പുറകെ വരില്ല എന്ന് വെച്ചാ ഇനി കാണാനേ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് തന്നെയാ നല്ലത്. എടോ എങ്കപ്പാറ് മുനിയാണ്ടി, ഞാനിത് ആരോടാ പറയുന്നേ? ആ, തമിഴിൽ പറഞ്ഞു തരാം, കേക്ക്. अगर कोई छोटी बात मन में आएगो तो बात धीरे धीरे बड़ी हो जाएगो, पर है हमारे गलती नहीं है, समझा? ഇപ്പൊ മനസ്സിലായില്ലേ? अगर कोई छोटी बात मन आएगो तो बात धीरे धीरे बड़ी हो जाएगो, पर है हमारा गलती नहीं है. கடவுளே, இப்படி எல்லாம் பைத்தியம் பிடிக்குமா? ഏത് പാർട്ടി വരെ പോലീസിലെ മറുപടി അnuപ്പി വെച്ച ഞാൻ കടവുളെ. ആന്റണി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു 2 ദിവസം എന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി മാറി നിൽക്കുക. ഇതൊരു കാരണവശാലും ഡേവിഡ് സാർ അറിയരുത്. ഞാൻ സാറിനെ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്തോളാം. താൻ മാറി നിന്നാ എങ്ങനെ ശരിയാകും? എന്നെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് ഇവിടെ പറ്റത്തില്ല. അതിനൊരുപാട് ദിവസമൊന്നും ഞാൻ മാറി നിൽക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് ഉടനെ തന്നെ വരും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തനിക്ക് എന്നെ വിളിക്കാം. ഞാനും തന്നെ കോണ്ടാക്ട് ചെയ്തോളാം. ആ, പിന്നെ അന്ന വരുന്നതിനെ പറ്റി സാർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവളുടെ കാര്യം താനെന്തിനാ ഇപ്പൊ അന്വേഷിക്കുന്നേ? അതിന് മാത്രം അവൾക്കിതിൽ എന്താ റോള്? അവളുടെ അസൈൻമെന്റ് എല്ലാം കഴിഞ്ഞ് അവള് പോയി. ഈ കേസ് അന്വേഷണത്തിന് ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ.
ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒരാളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് മറ്റൊരാളുടെ ഫീലിങ്സ് വെച്ചിട്ടല്ല. ഞാനൊന്ന് തല്ലി, പറ്റിപ്പോയി. അതിന്റെ ദേഷ്യത്തിനാണോ ഇത്ര എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? അപ്പൊ ഇത്രേ ഉള്ളൂ അല്ലേ? ഡേവിഡിന്റെ വേറെ മുഖം കാണുമെന്ന് എല്ലാവരുടെയും മുഖം ഞാൻ കണ്ടതാ 6 കൊല്ലം മുന്നേ. ലച്ചു, നീയല്ലാതെ ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വേണ്ടാന്നുറപ്പിച്ചതാ ഞാൻ. പക്ഷെ അവളാ ഇങ്ങോട്ട് വന്നത്. വേണ്ടാത്ത ആഗ്രഹങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ടാക്കിയത് അവളാ. നീ എപ്പോഴും പറയാറില്ലായിരുന്നു ലച്ചു, നീ പോയാലും ഞാൻ വേറൊരാളെ സ്നേഹിക്കണമെന്ന്. നീ പറഞ്ഞിട്ടും എനിക്കൊരാളോട് ഒന്നും തോന്നിയില്ല, ഒരു മണ്ണാങ്കട്ടെ. പക്ഷെ അവളത് തോന്നിപ്പിച്ചു. അവളാ എല്ലാത്തിനും കാരണം. എന്നിട്ടോ അവള് പോയി. വീണ്ടും ഞാൻ ഒറ്റയ്ക്ക്. അല്ലെങ്കിൽ അതങ്ങനെ ആണല്ലോ. ഞാൻ ആഗ്രഹിച്ചത് എന്താ എനിക്ക് കിട്ടിയിട്ടുള്ളത്? വേണ്ട, ആരും വേണ്ട, കാലിന് പോലും വേണ്ട. അല്ല, ഇന്നെന്താ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലേ? ക്ലാസ്സിലും പോയിട്ട് കുറച്ചു നാളായി. ഞാനൊന്നും കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ആലീസേ, ഓ, ഇനി എന്നെ നിങ്ങൾ നോക്കി പേടിപ്പിച്ചാ മതി. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നതാ കൊച്ചേ കുഴപ്പം? അവനേക്കാൾ വേറെ നല്ല ആമ്പിള്ളാരില്ലാഞ്ഞിട്ടാണോ? നീ ഒരു 2ാം കെട്ടുകാരന് വേണ്ടിയാണോ ഈ കിടന്ന് വിഷമിക്കുന്നേ? സാരമില്ല, പോട്ടെ. എന്റെ കൊച്ചിനെ അവന്റെ പുറകെ പോവാനൊന്നും നിൽക്കണ്ട. എന്റെ പൊന്ന് ആലീസ, ഒന്ന് നിർത്ത്. അവളെ നീ ഒന്ന് തനിയെ വിട്. എന്റെ കൊച്ചു ഓക്കെ ആയിക്കോളൂ. നീ ഇങ്ങ് വന്നേ, ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. നീ വേഗം റെഡി ആയിട്ട് വാ. അന്നേ നിന്നെ ഞാൻ കോളേജിലാക്കാം. പപ്പേ, അത് ഞാനിന്ന് കോളേജിൽ പോകുന്നില്ല. ഓഹോ, അപ്പൊ നീ അവസരം മുതലെടുക്കുക അല്ലേ? ഇന്ന് ഓക്കെ. പക്ഷെ നാളെ മുതൽ നീ കോളേജിൽ പൊക്കോണം. പണ്ട് എങ്ങനെയാണോ അതുപോലെ പപ്പ എന്റെ അന്ന കൊച്ചും കൂടെ രാവിലെ ഓഫീസിലേക്ക് പോകുന്നു, അവിടുന്ന് മുങ്ങി കോളേജിൽ കൊണ്ടുവിടുന്നു. എല്ലാം പഴയതുപോലെ, കേട്ടല്ലോ? ഓക്കെ പപ്പേ. എന്നതായി നടക്കുന്നേ? എനിക്കത് പേടിയാകുക. നിങ്ങൾക്കെല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഇതിനൊക്കെ സമ്മതിച്ചു കൊടുത്തത്? അവളുടെ ആഗ്രഹങ്ങൾക്ക് എന്തേലും നമ്മൾ ഇന്നേ വരെ നോ പറഞ്ഞിട്ടുണ്ടോ ആലീസേ? ഒന്നല്ലേ ഉള്ളൂ. ഒന്നേ ഉള്ളെങ്കിൽ ഒലയ്ക്ക് കടിച്ച് വളർത്തണമെന്നാ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞാ മതി. ഒന്നേ ഉള്ളൂന്നും വെച്ച് പുന്നാരിച്ച് വളർത്തിയതാ ഇതൊക്കെ. എന്നിട്ട് എന്നതാ ഇപ്പൊ അവളുടെ പ്ലാൻ? നാളെ തൊട്ട് എന്തായാലും കോളേജിൽ പോവാന്ന് സമ്മതിച്ചല്ലോ. എന്തായാലും ഒന്നിനും നിർബന്ധിക്കാതിരിക്കുന്നത് നല്ലത്. എല്ലാം ശരിയാവാൻ കുറച്ച് സമയം വേണ്ടേ? ഇനിയെങ്കിലും ശരിയായാ മതി.
അന്നേ നീ ഇത് എന്നെ എടുക്കുവാ? നീ കോളേജിൽ വരുന്നില്ലേ? എടി ഞാനിന്ന് വരുന്നില്ല. ഇതേ കൊച്ചെ, കളിക്കല്ലേ. ഇതിപ്പോ നീ എത്രാമത്തെ ദിവസമായി കോളേജിൽ വന്നിട്ട്? എക്സാമാ വരുന്നത്, പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനെപ്പറ്റി വല്ല ഓർമ്മയുണ്ടോ കൊച്ചിന്? അയ്യോ, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നായിരുന്നു? അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് 2 ദിവസമായി. അതൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു. ഇനി പൊന്നു മോൾ ഇങ്ങോട്ടൊന്ന് വന്നാ മതി. എടി ഞാൻ വരണോ? ഇതേ പെണ്ണെ, ഞാൻ 1 മണിക്കൂർ കൂടി ഇവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നീ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും. ഇനി നീ വന്നിട്ടേ ഞാനും വരത്തുള്ളൂ. അതിനിപ്പോ നീ എന്നാത്തിനാ തിരികെ പോകുന്നേ? നീ വരാതെ ഈ 3 ദിവസം ഇത്രയും ഞാൻ കോളേജിൽ വന്ന പാടെ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുവാ, നീ ഇന്നും വന്നില്ലെങ്കിൽ നീ എന്ന് വരുന്നോ അന്നേ ഞാൻ കോളേജിൽ വരത്തുള്ളൂ. ഓക്കെ ശരി, ഞാൻ വരാം. ഇനി ഇതിന്റെ പേരിൽ ക്ലാസ് മുടക്കണ്ട. നീ വന്നിട്ടേ ഞാൻ ക്ലാസ്സിൽ കയറും. ശരി എന്റെ പൊന്നെ. ഇവിടെന്താ പപ്പ ഓഫീസിലോട്ടായിരുന്നോ? 2-3 ദിവസം വരുൺ മുങ്ങി നടന്നിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. അർജന്റായിട്ട് കാണണോന്ന് പറഞ്ഞു വിളിച്ചു. എന്താണെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. ചിലപ്പോ വൈകും. ക്ലാസ് തുടങ്ങാൻ ഇനിയും സമയമുണ്ടല്ലോ. നീയും കൂടെ പോര്, ഇതിൽ ഒറ്റയ്ക്കിരിക്കണ്ട. ശരി. ആ അന്ന, നീയും ഉണ്ടായിരുന്നോ? കോളേജിൽ പോവാൻ ഇറങ്ങിയതാ. താൻ ഇത്രയും ദിവസം എവിടെയായിരുന്നടോ? എപ്പോ വിളിച്ചാലും ബിസി. അല്ല, എന്താ തനിക്ക് അർജന്റായിട്ട് പറയാനുള്ളത്? സാർ, നിങ്ങളൊക്കെ വിചാരിക്കും പോലെ ഞാൻ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് ലീവ് എടുത്തതോ മുങ്ങി നടന്നതോ അല്ല. ഈ കേസിന്റെ ഭാഗമായിട്ട് മാറി നിന്നതാണ്. സാർ, ഈ കേസ് അന്വേഷിച്ച് പകുതിയായപ്പോൾ ഉണ്ടായ സംശയത്തിൽ നിന്നാണ് ഞാൻ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. എല്ലാവരും കൊലയാളിയെ കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിൽ കൊലയാളി എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. ഇതിനെല്ലാം വഴി തെളിയിച്ചത് നമുക്ക് കിട്ടിയ ഹെയർ സ്റ്റാൻസിൽ നിന്നായിരുന്നു. ആദ്യ 2 മരണത്തിനും ശേഷം ഫോറൻസിക്കും നമ്മൾ മരിച്ചു പെറുക്കിയിട്ടും ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയിരുന്നില്ല. എന്നാൽ 2 മരണത്തിന് ശേഷവും വളരെ അപ്രതീക്ഷിതമായാണ് നമുക്കിത് കിട്ടുന്നത്. 2 സ്ഥലത്തും CCTV ക്യാമറകൾ ഇല്ലാത്തതുകൊണ്ടും ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും ഇതാര് വഴി എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് വ്യക്തമല്ല. ആരിട്ടു എന്നല്ല, എന്തിനു വേണ്ടി? ആരോ എന്തോ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് സാർ. ഐ തിങ്ക് നമ്മൾ അയാളുടെ പുറകെയല്ല, അയാൾ നമ്മളുടെ പുറകെയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പമാണ്. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷമായി ഹോസ്പിറ്റലിൽ വന്നുപോയ ആളുകളുടെ ഡീറ്റെയിൽസ് വെച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പീറ്റർ മരണപ്പെട്ട സ്ഥലത്ത് നിന്നും കിട്ടിയ ഹെയർ സ്റ്റാൻസുമായിട്ട് 25% മാച്ചായ DNA തൃശൂർ ഡിസ്ട്രിക്റ്റിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ വിശ്വം മരണപ്പെട്ട സ്ഥലത്തു നിന്നും കിട്ടിയ ഹെയർ സ്റ്റാൻഡ് 60% മാച്ച് ആവുന്ന DNA പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നിന്നും കണ്ടുകിട്ടിയിരുന്നു. തുടർന്ന് ഡോക്ടർ ജയറാമിന്റെ മരണത്തിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റാൻസിന്റെ DNA 60% എറണാകുളത്ത് തന്നെയാണ്. പിന്നെ എന്റെ ലക്ഷ്യം ഇതിന്റെ ഒറിജിനൽ ഓണറിനെ കണ്ടുപിടിക്കുക എന്നായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾ ലീവ് എടുത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ ഈ സ്ഥലങ്ങളിൽ പോയിരുന്നു. ഈ DNAകളുടെ അവകാശിയെ ഞാൻ കണ്ടെത്തി. അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളിൽ നിന്നും മറ്റ് കിട്ടിയ ഹെയർ സ്റ്റാൻസ് വഴി നോക്കിയപ്പോൾ DNA 100% മാച്ചായി. ഇതിനുവേണ്ടി ഞാൻ അവിടുത്തെ ലോക്കൽ പോലീസിന്റെ സഹായം തേടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവർ 2 പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല. അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, അവർ 2 പേരും മരണപ്പെടുന്നത് ഡോക്ടർ പീറ്ററുടെയും ഡോക്ടർ വിശ്വത്തിന്റെയും സർജറിക്കിടയിലാണ്. വാട്ട്? അതെ സാർ, മരണകാരണം പ്ലാസന്റ പ്രീവിയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ജയറാമിന്റെ മരണം. അവിടെ നിന്ന് കിട്ടിയ ഹെയർ സ്റ്റാൻസിന്റെ ഉടമയെ കണ്ടെത്താൻ എനിക്ക് എളുപ്പമായിരുന്നു. ഡോക്ടർ പീറ്ററുടെയും വിശ്വത്തിന്റെയും പേഷ്യന്റ് ലിസ്റ്റിൽ നിന്ന് എനിക്ക് അവരെ കിട്ടി. അവരിപ്പോൾ ജീവനോടുണ്ടോ? അതെ സാർ, ഞാൻ അവരെ കണ്ടിരുന്നു. അവർ ഡോക്ടർ പീറ്ററിന്റെ പേഷ്യന്റ് ആയിരുന്നു. ഡോക്ടർ പീറ്റർ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത സർജറിയിൽ അവരുടെ കുട്ടി മരിച്ചു. 7ാം മാസത്തിലായിരുന്നു അവരുടെയും സർജറി. അതും പ്ലാസന്റ പ്രീവിയ തന്നെയായിരുന്നു. ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യം ഇതൊന്നുമല്ല സർ. കഴിഞ്ഞ 3 വർഷത്തിൽ ചെയ്തിരുന്ന 800 സർജറികളിൽ 400 എണ്ണത്തിൽ കുട്ടി മരിക്കുകയോ കുട്ടിയുടെ അമ്മ മരിക്കുകയോ ചെയ്തിട്ടുണ്ട്. വാട്ട് ദ ഹെൽ? എന്നിട്ട് ഇതുവരെ ഒരു അതോറിറ്റി ഇത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതോറിറ്റി ശ്രദ്ധിക്കാൻ അതിൽ തെളിവുണ്ടെങ്കിലല്ലേ. വാട്ട് യു മീൻ? ഈ സംഭവങ്ങളിൽ ഇത്രയും മരണം സംഭവിച്ചിട്ടും അമ്മമാരും മരിച്ച കേസിൽ അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് അല്ലാതെ മരിച്ച കുട്ടികൾക്കൊന്നും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ശരീരത്തിലെ ഒരു വിരൽ മുറിച്ച് മാറ്റുന്നതിന് വരെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് 400+ അൺബോൺ ബേബീസിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അതിന് 2 കാരണങ്ങളുണ്ട്.
ഒന്ന് കുട്ടിയുടെ ഡെഡ് ബോഡി പേരൻസിനും റിലേറ്റീവ്സിനും വിട്ടുകൊടുത്തിട്ടില്ല. 2 കുട്ടികളുടെ ഡെഡ് ബോഡികൾ ലീഗലി ഡിസ്പോസ് ചെയ്തിട്ടില്ല. എങ്കിലാ ബോഡീസ് ഒക്കെ എവിടെ? ഇതേ സെയിം ഡൗട്ട് തന്നെയായിരുന്നു സാർ എനിക്കും. ഈ ഡൗട്ട് എന്നെ കൊണ്ടെത്തിച്ചത് ഡോക്ടർ നവീൻ പറഞ്ഞ കാര്യത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് KJ ഹോസ്പിറ്റലിൽ സെയിം റീസണോട് കൂടി ഒരു കുട്ടിയും കൂടി മരിക്കുന്നത്. ചെക്ക് ചെയ്തപ്പോൾ അവിടെയും കുട്ടിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. അന്ന് അവിടെ നിന്ന് പുറപ്പെട്ട ആംബുലൻസിനെ ഞാൻ ഫോളോ ചെയ്തു. അത് ചെന്നെത്തിയത് ബെല്ലേസ കോസ്മെറ്റിക് കമ്പനിയിലാണ്. ഒരു വ്ളോഗർ എന്ന രീതിയിലാണ് ഞാൻ അവരെ അപ്രോച്ച് ചെയ്തത്. ബട്ട് എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് അകത്ത് കിടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് 2008 ഈ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എംപ്ലോയി പറഞ്ഞ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാര്യം മറ്റൊന്നുമല്ല, ന്യൂബോൺ ബേബീസിന്റെ സ്കിൻ ഉപയോഗിച്ചാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഈ വാർത്ത ആ വർഷം തന്നെ ഒരുവിധം എല്ലാ വെബ്സൈറ്റിൽ നിന്നും എടുത്തു കളഞ്ഞിരുന്നു. ഈ സംഭവങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ എംപ്ലോയിയുടെ മരണം സംശയങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവസ കന്നി, എത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അവർ നശിപ്പിച്ചത്. ഇനി എത്ര പേര് കൂടി ഇതിൽ ഇൻവോൾവ്ഡ് ആണ്? 2 പേര് കൂടിയുണ്ട് സാർ. ആ നെറുകേടുകൾക്കെല്ലാം മാസ്റ്റർ ബ്രെയിൻ. ഒരാൾ എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് കമ്പനിയുടെ മാനേജർ മാലിക്. ദെൻ ദ മെയിൻ വൺ ശ്രീധർ രാജാറാം. ബെല്ലേസ കോസ്മെറ്റിക്സിന്റെ ഓണർ. പഠിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിലാണെങ്കിലും ജനിച്ചതും മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ്. യു ഗ്രേറ്റ് വരുൺ. തന്റെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഈ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് ഒരു വലിയ ക്ലാരിഫിക്കേഷൻ ആണ്. ഈ കേസിലൂടെ ഒരുപാട് സത്യങ്ങളാണ് ലോകം അറിയാൻ പോകുന്നത്. കോർട്ടിൽ നിന്ന് വാറന്റ് കിട്ടിയതിനു ശേഷം ആസൂണാസ് അവരെ അറസ്റ്റ് ചെയ്യണം. ദെൻ വരുൺ, ഇതിന്റെ കോപ്പികൾ എനിക്ക് മെയിൽ ചെയ്തേക്ക്. ഇതിന്റെ ഒരു കോപ്പി സബ്മിറ്റ് ചെയ്തതിനു ശേഷം അറസ്റ്റ് നടത്താനുള്ള കാര്യങ്ങൾ നോക്കണം. പറ്റിയാൽ ഇന്ന് തന്നെ. ഓക്കെ സാർ. ബട്ട് സാർ, ഇത് ആന്റണി അറിയിക്കണ്ടേ? ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ ആരും ഇത് അറിയണ്ട. വളരെ കോൺഫിഡൻഷ്യൽ ആയി തന്നെ ഇരിക്കട്ടെ. ആ ആന്റണി, താൻ വന്നോ? എന്താ ഇന്ന് ഇത്ര വൈകിയേ? പപ്പ ഞാൻ കാറിലുണ്ടാവും. പപ്പ വന്നേക്ക്. ഞാൻ എന്തായാലും അന്യ കോളേജിലാക്കിയിട്ട് ഉടനെ വരാം. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേ. ഓക്കെ സാർ. പറഞ്ഞത് കേട്ടല്ലോ. നാളെ നീ എന്തായാലും വരണം. മാമിന്റെ കണ്ണു വെട്ടിച്ച് പ്രൊജക്ട് ചെയ്ത പോലെയല്ല അത് പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നീ നാളെ എന്തായാലും വരണം. അല്ലെങ്കിൽ എന്നെയും തൂക്കും നിന്നെയും തൂക്കും. എന്റെ പൊന്നു ഋതു, എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ നാളെ ഉറപ്പായിട്ടും വരും. ശരി ശരി, എങ്കിൽ ഞാൻ പോവാ. ബൈ. പപ്പ എവിടെയാ? ഞാൻ മറ്റേ കേസിന്റെ അന്വേഷണത്തിന് ആ ജയറാമിന്റെ വീട്ടിലുണ്ട്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യടാ. പപ്പ ഇപ്പൊ അങ്ങോട്ട് വരാം. ഏയ് വേണ്ട പപ്പേ, അയാളുടെ വീട് ഇവിടെ അടുത്തല്ലേ. ഞാൻ അങ്ങോട്ട് വരാം. ശരി. ആ, നീ വന്നോ? ഒരു 5 മിനിറ്റ് മുന്നേ വരുമായിരുന്നെങ്കിൽ വരും നിന്നെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. നീ ആ സോഫയിൽ പോയിരുന്നു. പപ്പ ഇപ്പൊ വരാം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. ശരി പപ്പേ. ഇത് പപ്പയുടെ ഫോണല്ലേ? ബെന്നിയങ്കളാണല്ലേ വിളിക്കുന്നത്. എന്നാടാ, എന്നെ പറ്റിയേ? നേരെ നോക്കി നടക്കണ്ടേ? കണ്ടില്ലേ കൈ മുറിഞ്ഞത്? അതെങ്ങനെ മാനത്ത് നോക്കിയല്ല നടക്കുന്നത്? അത് ഞാൻ എന്നാ ചെയ്തിട്ടാ? ഈ ഫോൺ തരാൻ ഞാൻ ഓടി വന്നതാ. ഡോറിൽ ഒരു ആണി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി വന്നപ്പോ ഞാനത് കണ്ടില്ല. അത് ഡോറിലൊരു ആണി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടിയിറങ്ങിയപ്പോ ഞാനത് കണ്ടില്ല.
അത് ഡോറിൽ ആണിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി ഇറങ്ങി ഞാനത് കണ്ടില്ല. അത് ഡോറിൽ ആണിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി ഇറങ്ങി ഞാനത് കണ്ടില്ല. അത് ഡോറിൽ ആണിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി ഇറങ്ങി ഞാനത് കണ്ടില്ല. അന്നേ, നീ എന്താ ആലോചിക്കുന്നേ? ആ അത് അത് പപ്പേ, ഞാൻ ഞാൻ പോവാ. നീ ഇതെവിടേക്കാ? ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ പോവാ. ഈ കൊച്ചിന് തന്നെ പറ്റി? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. ഈ കേസിനെ പറ്റി എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അവര് ഗൈനക്കോളജിസ്റ്റ് മാത്രമാണെന്ന് തനിക്ക് എന്താ ഇത്ര ഉറപ്പ്? ഇത് മനഃപൂർവ്വം പോലീസിനെ പൊട്ടം കളിപ്പിക്കാൻ കൊണ്ടിടുന്ന പോലെയുണ്ട്. അത് അന്തോണിച്ചന്റെ കാറല്ലേ? ആ ജംഗ്ഷനിൽ ഒരു ബാറുണ്ട്, മിക്കവാറും അങ്ങോട്ടായിരിക്കും. ഇവന്മാരൊക്കെ പിന്നെ എന്നാ തെളിവെടുപ്പുണ്ടാക്കിയെന്നാ? ഇനിയും ക്ലാസ്മേറ്റ്സുകൾ ഉണ്ടാകാം. പഠിക്കുന്ന കാലത്ത് അവരെന്തെങ്കിലും കന്നം തെരുവ് കാണിച്ചിട്ടുണ്ടാകും. ആരെയെങ്കിലും കൊന്നിട്ടും ഉണ്ടാകും. ആ മാഡം നീങ്കളാ? സാറിങ്ക ഇല്ലേ? ഞാൻ സാറ് പറഞ്ഞിട്ട് വന്നതാ. ഒരു ഫയല് മറന്നുപോയി, അതെടുക്കാൻ വന്നതാ. ആഹാ, അപ്പടിയാ. വെറുതെ അല്ല, ഇതൊക്കെയല്ലേ വായിക്കുന്നത്, പിന്നെ എങ്ങനെ റൊമാൻസ് വരാനാ? ആ അന്തോണിച്ചൻ ഇപ്പൊ എവിടുന്ന് വന്നു? ഞാൻ വാഷ്റൂമിൽ നിന്ന്. അതിന് വാഷ്റൂം ഫ്രണ്ടിലല്ലേ? എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അന്തോണിച്ചനെ. കർത്താവേ, ഇത് ലോക്കാണല്ലോ. ഇനി ഇതിന്റെ പാസ്വേഡ് എന്തായിരിക്കും? ബർത്ത്ഡേ ഡേറ്റും അല്ല, ഇനിയിപ്പോ വെഡിങ് ഡേ ആണ്. അത് പിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അന്തോണിച്ചൻ, എല്ലാം ഒരു ദിവസം കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്ര നേരത്തെ നീ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതിയില്ല. വേണ്ട, എനിക്ക് എനിക്ക് പേടിയാ നിങ്ങളെ. വേണ്ട, എന്റെ അടുത്തേക്ക് വരരുത്. വേണ്ട. എന്തിനാ എന്നെ ഭയക്കുന്നേ?
തെറ്റ് ചെയ്തവരല്ലേ ഭയക്കേണ്ടത്? നിങ്ങൾ അവരെല്ലാം കൊന്നത്. എനിക്ക് പേടിയാ നിങ്ങളെ. അതെ, ഞാനാ എല്ലാവരെയും കൊന്നത്. തെറ്റ് ചെയ്ത ശിക്ഷ വേണ്ടേ അണ്ണ? ഞാൻ അവരെ ശിക്ഷിച്ചു. എല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. എല്ലാവരെയും കൊന്നതും വീണ്ടും ഡിപ്പാർട്ട്മെന്റിലേക്ക് ജോയിൻ ചെയ്തതും CCTV ഫുട്ടേജുകൾ ഹാക്ക് ചെയ്തതും തെളിവായി കിട്ടിയ ഹെയർ സ്റ്റാൻസും എല്ലാം എന്റെ പ്ലാൻ ആയിരുന്നു. എന്റെ ലച്ചുവിന് വേണ്ടി, എന്റെ ലച്ചുവിനെ പോലെ ഒരുപാട് പേർക്ക് വേണ്ടി, എന്റെ കുഞ്ഞിനെ പോലെ ഒരു തെറ്റും ചെയ്യാതെ മരണപ്പെട്ട, അല്ല കൊല്ലപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനാ കൊന്നത്. ഇത് MG റോഡിനടുത്തുള്ള വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. SI സാർ ഉടനെ തന്നെ സ്ഥലത്തെത്തും. ഓവർ. എന്തായാലും നല്ല വഴക്കാ നടന്നിട്ടുള്ളത്. ആ സ്ത്രീയുടെ ബോഡി കിടക്കുന്നത് കണ്ടാൽ അറിയാം. എന്തായാലും SI സാർ വന്ന് കണ്ടതിന് ശേഷമേ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുള്ളൂ. പിന്നെ ഫോറൻസിക്കാർ വരുമല്ലോ, അതുവരെ ഇതിന്റെ അകത്തോട്ട് ആരെയും കടത്തിവിടണ്ട. സാർ, എന്തായി ഇവിടുത്തെ കാര്യം? ഉടൻ തന്നെ ഫോറൻസിക്കാരെത്തും. പിന്നെ സാറ് കൂടി കണ്ടതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിലേക്ക് അയക്കും. അഞ്ചു വർഷമായിട്ടേ ഉള്ളൂ അവരിവിടേക്ക് വന്നിട്ട്. മുൻപ് ട്രിവാൻഡ്രത്തായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കായിരുന്നുവെന്നാ അടുത്ത് താമസിക്കുന്നവരൊക്കെ പറയുന്നത്. ആരോടും അങ്ങനെ സോഷ്യൽ ആയിട്ടുള്ള ഫാമിലി അല്ല. ഇവർക്ക് റിലേറ്റീവ്സ് ആരും ഇല്ലേ? അറിയിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല സാർ. പിന്നെ അവർക്കൊരു മോളുണ്ട്. ആ കൊച്ച സ്റ്റേഷനിലേക്ക് സംഭവം വിളിച്ചു പറഞ്ഞത്. ആ കൊച്ചു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് സംഭവം നടന്നത്. തമ്മിലുണ്ടായ വഴക്കിൽ ഭർത്താവ് ആ സ്ത്രീയെ തലക്കടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നെ അയാൾ പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു. ആ കുട്ടി എവിടെ? ആ റൂമിലുണ്ട് സാർ, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അവിടെ പോയി കണ്ടോളാം. എന്താ കുട്ടിയുടെ പേര്? സർ, ലക്ഷ്മി. ലക്ഷ്മി. സർ, ആന്റണി സർ. ഹായ് ലക്ഷ്മി, ഞാൻ സ്ഥലം SI ആണ്, ആന്റണി. എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ഐ നോ, ഇത് ചോദിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല, ബട്ട് ഐ ഹാവ് ടു. എനിക്ക് മനസ്സിലാകും സാർ. ഒരു ഡിവോഴ്സ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾക്ക് വേറെ ബന്ധുക്കൾ ആരുമില്ലേ? ലക്ഷ്മിക്ക് മറ്റാരെങ്കിലും സംശയമുണ്ടോ? ബന്ധുക്കളൊക്കെ ഉണ്ട് സാർ, പക്ഷേ എനിക്കാരെ സംശയമില്ല. അച്ഛൻ തന്നെയാ അമ്മയെ. ഓക്കെ ലക്ഷ്മി, ഞാൻ കൂടുതൽ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്തായാലും ബോഡി ഉടനെ ഇവിടെ നിന്ന് മാറ്റും. കേസ് ക്ലോസ് ചെയ്യുന്നത് വരെ ഇവിടെ കഴിയാൻ പറ്റില്ല. ഡിപ്പാർട്ട്മെന്റ് തനിക്ക് തൽക്കാലം സ്റ്റേ ചെയ്യാനൊരു ഷെൽട്ടർ ഉടനെ തന്നെ അറേഞ്ച് ചെയ്യാം. വേണ്ട സാർ, എനിക്ക് ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന്റെ വീടുണ്ട്, ഞാൻ അവിടെ നിന്നോളാം. ഓക്കെ, ഇതെന്റെ കാർഡാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തനിക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കാം. താങ്ക് യു സാർ.
എന്താണ് ആന്റണി സാറിന്റെ ഒരു ചിരിയൊക്കെ? ഓ സാറോ? അല്ല, എന്താ ഒരു കള്ള ലക്ഷണം? ഹേയ്, അതൊന്നുമില്ല. പിന്നെ രവിച്ച, ഞാനൊരു കാര്യം ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം തോന്നുന്നത് ശരിയാണോ? അല്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റേ. എന്താണ് മോനെ ഒരിളക്കം? അല്ല, നിങ്ങളും പ്രേമിച്ചല്ലേ കിട്ടിയേ, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നൊരു അഡ്വൈസ് എടുക്കാന്ന് കരുതി. അതിപ്പോ നീ ആലിസിനോട് ചോദിക്കണോടാ. ഞാൻ പണ്ടേ പെണ്ണുങ്ങളുടെ പുറകെ ഒന്നും പോയിട്ടില്ല. അവരൊക്കെ എന്റെ പുറകെയായിരുന്നു. ഞാൻ പണ്ടേ സുന്ദരനായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, ആരാ കക്ഷി? ആദ്യം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ശരിയാണെന്ന് ആലിസ് ടീച്ചറിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം ആരാ കക്ഷിയെന്ന്. എടാ ഞാൻ ആ കൺസെപ്റ്റ് സമ്മതിച്ചു തരാടാ. നീ ആളാരെന്ന് പറ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എവിടെ പോയി? ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആന്റണി, നല്ല പരിചയമുള്ള സൗണ്ട്. ഇതിപ്പോ ആരാ? ലക്ഷ്മി. ലക്ഷ്മി എന്താ ഇവിടെ? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതല്ലേ, എന്താ ഇവിടെ? അത് ഞാനൊരു കേസിന്റെ അന്വേഷണത്തിന് വന്നതാ. കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട, എന്താ കാര്യം? അത് പിന്നെ നമുക്കൊരു ചായ കുടിച്ചാലോ? ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണോ സാർ 20 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നത്? അത് പിന്നെ നമ്മള് മലയാളികൾ അങ്ങനെയാണല്ലോ, ഒരു ചായ കുടിക്കാൻ വേണ്ടി കാശ്മീർ വരെ ബുള്ളറ്റ് ഓടിക്കും. കർത്താവേ, 20 കിലോമീറ്റർ വണ്ടി ഓടിച്ചെങ്കിൽ എന്താ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇങ്ങനെ എന്നും ചിരിക്കുമായിരുന്നെങ്കിൽ 20 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ഞാൻ റെഡിയാ. 20 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ താൻ റെഡിയാണെങ്കിൽ ചായ കുടിക്കാൻ ഞാനും റെഡിയാ. എന്താ പറഞ്ഞേ? രണ്ടു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി? താൻ ഓക്കെ അല്ലേ? ഇല്ല, ഞാൻ ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, തനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. താൻ എന്റെ അടുത്ത് നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയടോ. സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെ ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ, പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥയൊന്നും വരില്ലായിരുന്നു. ആന്റണി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, കള്ളുകുടിയനായ അച്ഛനെ, മദ്യപിച്ച് ഭാര്യ മക്കളെ ഉപദ്രവിക്കുന്ന അച്ഛനെ? അത് ജീവിതത്തിലേക്ക് വരുമ്പോ എത്ര ഭയാനകമാണെന്ന് അറിയോ ആന്റണിക്ക്? ചെറുപ്പം തൊട്ടേ അമ്മയെ ഉപദ്രവിക്കുന്ന അച്ഛനെ കണ്ട ഞാൻ വളർന്നത്. ഒരു സ്ത്രീയുടെ ഏറ്റവും ദുർബലമായ അവസ്ഥ ഞാൻ എൻ്റെ അമ്മയിൽ കണ്ടു. ആരോടും ഒരു പരാതിയില്ലാതെ എൻ്റെ അമ്മ എല്ലാം സഹിച്ചു, അതും എനിക്ക് വേണ്ടി. എൻ്റെ ആ പ്രായത്തിൽ ചുറ്റുമുള്ള കുടുംബങ്ങളിലെല്ലാം ഇതേ അവസ്ഥ തന്നെയാണെന്ന് ഞാൻ കരുതിയത്. അതങ്ങനെ അല്ലാന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയെ കണ്ടപ്പോഴാണ്. അന്ന് എനിക്ക് 10 വയസ്സ് പോലും ഉണ്ടായിരുന്നില്ല. അമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ എതിർത്തപ്പോൾ തൊട്ട് അച്ഛൻ്റെ ഇരകളെ രണ്ടായി. എന്നെയും കൂടെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അമ്മ എന്നെ കൂട്ടി വീട് വിട്ടിറങ്ങി. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി എൻ്റെ അമ്മ കൈനീട്ടാത്ത ഇടങ്ങളില്ല. ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലുമായി ഞങ്ങൾ ഓരോ രാത്രിയും തള്ളി നീക്കി. ആ നാൾ അത്രയും കിട്ടിയിരുന്ന അടിയുടെ വേദനയേക്കാൾ ഭയാനകമായിരുന്നു വിശപ്പ്. എന്നിട്ടും വീണ്ടും അവിടേക്ക് തിരികെ പോവാൻ ധൈര്യമില്ലായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അയാൾ ഞങ്ങളെ തേടിയെത്തി. അങ്ങനെ വീണ്ടും ആ നരകത്തിലേക്ക്. ജീവിതം മുൻപത്തേക്കാളും മോശമായി. അങ്ങനെ അമ്മ എന്നെ ബോർഡിങ്ങിലാക്കി. പിന്നെ എൻ്റെ ലക്ഷ്യം ഒരു ജോലിയായിരുന്നു. ജോലി വാങ്ങിയ ആദ്യ ലീവിന് തന്നെ
അമ്മയെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വന്നതാ ഞാൻ. വന്നു കയറിയ ഞാൻ കണ്ടത് ചലനമില്ലാത്ത 2 ശരീരങ്ങളായിരുന്നു. പക്ഷെ ഞാൻ കരഞ്ഞില്ല. അയാളുടെ കയ്യിൽ നിന്ന് എന്നേക്കുമായി എൻ്റെ അമ്മ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമായിരുന്നു എനിക്ക്. ഇത്രയും അനുഭവിച്ചിട്ടും അന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവര് ദാ ഇപ്പൊ വന്നു, ഒരു പ്രപ്പോസലായിട്ട്. അതെന്റെ അച്ഛനെന്ന് പറയുന്ന അയാളുടെ സ്വത്തുക്കൾ എനിക്ക് കിട്ടുമെന്നറിഞ്ഞിട്ടാ. എന്താ ആന്റണി സാറേ, ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ? കേസ് എടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ ഇതില്? തന്റെ തീരുമാനം എന്താ? അതിന് എന്റെ തീരുമാനത്തിന് എന്ത് പ്രസക്തി? എന്റെ തീരുമാനം എന്താണെന്ന് ആരും എന്നോട് ചോദിച്ചില്ല. നാളെ വരും, കൂട്ടിക്കൊണ്ടു പോകും എന്ന് മാത്രം പറഞ്ഞു. താൻ ചോദിച്ചതുപോലെ വകുപ്പൊക്കെ ഉണ്ട്. പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റും. പക്ഷേ അത് പോലീസ് ഇടപെടേണ്ട കാര്യമല്ല. അതിന് ഈ SI തന്നെ ധാരാളം. അതിനെന്താ വേണ്ടേ? കംപ്ലൈന്റ് എഴുതി തരണോ? എവിടെയാ ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഒപ്പൊക്കെ ഇടണം, പക്ഷെ അത് വെറും ഒരു കംപ്ലൈന്റ് പേപ്പറിലല്ല, ഒരു രജിസ്റ്ററിൽ. അത് മതി. എന്താ? ഞാൻ തന്നെ കെട്ടട്ടെ? എന്താ? താനെന്താടോ കളിയാക്കുവാണോ? ലക്ഷ്മി, താനെന്താ കരുതിയേ? എന്റെ ജോലി പകുതിക്ക് വിട്ട് ഈ ഡെയിലി 20 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരുന്നത് തന്നെ കണ്ടൊരു ചായം കുടിച്ച് പിരിയാനാണെന്നോ? എങ്കിലല്ല, എനിക്ക് തന്നെ ഇഷ്ടമാ. അത് തന്റെ സിറ്റുവേഷൻ കേട്ട് വെറും ഒരു സിമ്പതി തോന്നിയിട്ടല്ല, തന്നെ എന്ന് കണ്ടോ അന്നു മുതല്. താൻ എന്തൊക്കെയാ പറയുന്നേ? തനിക്ക് തോന്നുന്നുണ്ടോ എന്നെ പോലെ ഒരാളെ തന്റെ ഫാമിലി അംഗീകരിക്കുമെന്ന്? ഈ ഒരു കാര്യം പറഞ്ഞാൽ തന്റെ അച്ഛനും അമ്മയും സമ്മതിക്കുവോ? അതോ എന്നെ പോലെ ഒരാളെ? SI സാറിന്റെ വിചാരം എന്താ? ഇതൊക്കെ പറയും പോലെ അത്ര എളുപ്പമാണെന്നോ? അതോർത്ത് താൻ വിഷമിക്കേണ്ട, അതൊക്കെ സിമ്പിൾ അല്ലേ. സെന്റ് സെബാസ്റ്റ്യൻ ഓർഫനേജിലെ കുറച്ച് അന്തേവാസികളല്ലേ, അതൊക്കെ സമ്മതിക്കും. പിന്നെ അച്ഛനും അമ്മയെന്നൊക്കെ പറയാൻ ഫാദർ കീരിക്കോടനുണ്ട്. അവര് പിന്നെ പണ്ടേ സമ്മതിച്ചതാ. ആന്റണി, അതെ മാഡം, നമ്മളും ഇതൊക്കെ തന്നെയാ. പിന്നെ ഒരു ഭാഗ്യം, തല്ലു കൊള്ളാൻ ഒരു അമ്മയോ തല്ലു കൊടുക്കാൻ ഒരു അച്ഛനോ ഇല്ല. അവരാരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അമ്മ തൊട്ടിലി വന്ന കുട്ടിക്ക് ഇതൊക്കെ അന്വേഷിക്കേണ്ട എന്ത് കാര്യം? ഈ എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് സിറ്റുവേഷൻ വെറുതെ സാഡാക്കാതെ, എനിക്ക് തന്റെ സമ്മതം അറിയണ്ട. എനിക്കത് മാത്രം കേട്ടാ മതി. പറയൂ, മടിക്കാതെ പറയൂ. യെസ് ഓർ നോ? യെസ്. ശരിക്കും തനിക്ക് ഓക്കെ ആണോ? അതെ. तेरी आंखों की खजाने में छुपा था मुसाफिर का दरिया और तेरे दिल की खजाने में वो दरिया का नमक. എന്നുവെച്ചാ താൻ എന്തൊക്കെയാ പറയുന്നേ? അർത്ഥമൊന്നും ചോദിക്കരുത്. ഇതൊക്കെ എന്നെ കൊണ്ടും ദുൽഖറിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. നാളെ തന്നെ തന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിക്കും. എന്താ അവരോടൊക്കെ താൻ പറയാൻ പോകുന്നേ? എനിക്ക് നിങ്ങളുടെ ഇല്ലത്തിലെ ഈ ലക്ഷ്മിക്കുട്ടിയെ ഇഷ്ടമാണ്. കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തിൽ സവാരി ഗിരിഗിരി നടത്തും. ഇഷ്ടപ്പെട്ടില്ല? എങ്കിൽ വേറെയുണ്ട്. പുള്ളേ, എനിക്ക് ഈ കുട്ടിയെ ഇഷ്ടമാണ്. നിങ്ങൾ തരണം. ഞാനിതങ്ങ് എടുക്കുക. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. എന്നിട്ട് കുട്ടിയെ തന്നാൽ? സസ്പെൻഷൻ വാങ്ങി വീട്ടിൽ വന്ന് കേറുമ്പോൾ കാലുമടക്കി ചുമ്മാ ഒന്ന് തൊഴിക്കാനും എന്റെ IAS പിള്ളാരെ പെറ്റുപോറ്റാനും ഒടുവിൽ ഏതെങ്കിലും ഒരുത്തന്റെ കത്തിക്ക് മുൻപിൽ വടിയാകുമ്പോ എന്റെ പോലീസ് യൂണിഫോം ഏറ്റുവാങ്ങാനും എനിക്കൊരു പെണ്ണിനെ വേണം. പോരുന്നോ എന്റെ കൂടെ? കൂടെ വന്നാൽ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്തെഴുന്നേറ്റ് മുന്തിരിവള്ളികൾ തളർത്തു പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.
എന്നാടാ വിഷമിച്ചിരിക്കുന്നേ? പോയ പോലല്ലല്ലോ തിരിച്ചു വന്നിരിക്കുന്നേ. ആരൊക്കെയോ കയ്യിലെടുക്കുമെന്നോ കൂട്ടിക്കൊണ്ടു പോരുമെന്നോ ഒക്കെയാണല്ലോ പറഞ്ഞത്. എന്നാ പറ്റി? ഒന്നും നടന്നില്ലേ? ഓ ഒന്ന് പോടവിച്ച അവിടുന്ന്. മനുഷ്യനിവിടെ തകർന്നിരിക്കുക. ഹാ, എടാ കൊച്ചനെ, നീ ആ കൊച്ചിനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. നമുക്ക് നോക്കാം ആര് തടയുമെന്ന്. ഏ ഡെവിച്ച? അല്ല പിന്നെ, പോയി വിളിച്ചോണ്ട് വാടാ. ബാക്കി നമുക്ക് അപ്പ നോക്കാം. സീരിയസ് ആയിട്ടും പറഞ്ഞതാണോ? ഹാ, ആടാ, നീ പോയി വിളിച്ചോണ്ട് വാ. പോലീസിന്റെ പ്രൊട്ടക്ഷനോടെ ഞാൻ നിങ്ങളുടെ വീട്ട് നടത്തി തരും. സത്യം? പരമാർത്ഥം? ആരാ സാക്ഷി? ഞാനാ. ദാ 2 പേർക്കും ഹണിമൂൺ ടിക്കറ്റ്സ്. 2 ആഴ്ച പോയി അടിച്ചു പൊളിച്ചിട്ട് വാടാ. ഫുൾ പാക്കേജ് എന്റെ വക. എന്റെ ഡെവിച്ച, ഹണിമൂൺ അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച് ഡെവിച്ച. ആ ആന്റണി, താൻ ക്യാബിനിലേക്ക് ഇരിക്കും. എനിക്കൊന്ന് സംസാരിക്കണം. എന്താ ഡെവിച്ച? എന്തെങ്കിലും സീരിയസ് ആണോ? ഞാൻ പറയാം. താൻ എന്തായാലും ക്യാബിനിലേക്ക് ഇരിക്കും. എന്താ ഡെവിച്ച? എന്താ പറയാനുള്ളത്? ആന്റണി, തനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട്. ദൂരേക്കൊന്നുമല്ല, തൃശ്ശൂരാണ്. അത് പിന്നെ ഡെവിച്ച, ഡെവിച്ചനൊന്ന് പറഞ്ഞതല്ലേ ഇവിടെ തന്നെ എല്ലാം ശരിയാക്കി തരാന്ന്. ആ, അത് താൻ ഇവിടെ നിന്ന് കുറച്ചു നാൾ മാറി നിൽക്കുന്നത് നല്ലത്. പിന്നെ നിങ്ങൾക്കതൊരു ചേഞ്ചും ആകും. എന്നതാ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡെവിച്ചൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആന്റണി, അന്നെ തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ താൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്യരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറുകയെന്ന് വെച്ചാ അതിനിപ്പോ അത്ര ദൂരെയൊന്നുമല്ലല്ലോ, തൃശ്ശൂരല്ലേ. പുതിയ സ്ഥലം പതിയെ പതിയെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആകും. പിന്നെ തനിക്കും ജോലിക്ക് പോകാൻ എളുപ്പമാകും.
എങ്കിൽ ഞാനൊന്ന് ലീവ് എടുക്കാം. തന്റെ ഈ അവസ്ഥയിൽ മാറി നിന്നാൽ എനിക്ക് ഒട്ടും സമാധാനം കിട്ടത്തില്ല. എന്തിനാ ആന്റണി വെറുതെ ഒരു ലീവ് കളയുന്നേ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഒരു തലചുറ്റലല്ലേ. ഒന്നുറങ്ങി എണീക്കുമ്പോ എല്ലാം ശരിയാകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്നേ. ശരി. ലക്ഷ്മി, ലക്ഷ്മി, ആന്റണി, താൻ എവിടെയായിരുന്നു? ഞാനൊന്ന് പേടിച്ചു പോയി. ഇപ്പൊ തനിക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇങ്ങനെ ടെൻഷൻ ആവാതെ സാറേ. ഇങ്ങനെ പേടിച്ചു നിന്നാ ഞാൻ എങ്ങനെ കൺഗ്രാചുലേഷൻ പറയും? കൺഗ്രാചുലേഷനോ? എന്തിന്? പ്രമോഷനൊക്കെ കിട്ടിയില്ലേ, അതിന്. പ്രമോഷനോ? എനിക്കോ? താൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, പ്രമോഷൻ തന്നെ. ഭർത്താവിൽ നിന്ന് അച്ഛനിലോട്ടുള്ള പ്രമോഷൻ. ലക്ഷ്മി, ഈ മാസം കാര്യമായ പോളിംഗ് ഒന്നും ഇല്ലല്ലോടോ. എന്ത് ചെയ്യാനാ? ഈ മാസം അധികം VIP പേഷ്യൻസ് ആയിരുന്നു. കൂടിപ്പോയാൽ ഒരു 5 കിട്ടിക്കാണും. അത് ശരിയാ, VIP തൊട്ടുള്ള പണിയൊന്നും വേണ്ട. നമുക്ക് ഗവൺമെന്റിൽ നിന്ന് വരുന്നവരോ വല്ല ജനറൽ ക്ലാസ് പേഷ്യൻസോ മതി. എടോ, തന്റെയൊക്കെ ഒരു ഭാഗ്യം നോക്കണേ. എത്ര പേരെ കൊന്നൊടുക്കിയോടോ, എന്നിട്ടും പേഷ്യൻസിന് ഒരു കുറവുമില്ല. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാ. ഈ നാട്ടിലെ മുഴുവൻ ഡോക്ടർമാരും പണിയില്ലാതെ വീട്ടിലിരുന്നാലും ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നില്ല. അതൊക്കെ പിന്നെ ജയറാമിന്റെ കഴിവല്ലേ. പബ്ലിസിറ്റി അങ്ങ് വാരി വിതറുവല്ലേ. KGM മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെയ്ഡ് സ്പെഷ്യലി ഫോർ മദർ ആൻഡ് ചൈൽഡ്. അത് ശരിയാ, ചാരിറ്റി എന്നും പറഞ്ഞ് ഗവൺമെന്റിൽ നിന്നുള്ള പേഷ്യൻസിനെ കൂടി പിടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ പൈസ കൂടി പോക്കറ്റിൽ. കാഞ്ഞ ബുദ്ധിയാ. ആ ശ്രീധർ വിളിച്ചായിരുന്നു. അയാള് പുതിയ ഔട്ട്ലെറ്റ് കമ്പനി ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച് 10-20 കൂടി ഒപ്പിച്ച അത് നമുക്കാ ലാഭം. എന്തു ചെയ്യാനാടോ, ആളുകൾക്ക് വിവരം വെച്ച് തുടങ്ങി. നമ്മൾ പറയുന്ന സ്ഥിരം കാരണമൊന്നും അവന്മാരുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. ഈ കാര്യത്തിൽ എനിക്ക് വിദ്യാഭ്യാസമുള്ളവന്മാരെ ഇഷ്ടമല്ല. എന്ത് വിദ്യാഭ്യാസമാടോ? തള്ളക്ക് കേടാന്നറിഞ്ഞ പിന്നെ പിള്ളയെ ആർക്ക് വേണം? ആന്റണി, ഈ ഹോസ്പിറ്റൽ നല്ലതാണോ? നമുക്ക് നാട്ടിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാ പോരെ? ഇതെന്തായാലും മദർ ആൻഡ് ചൈൽഡ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ, നമുക്ക് ഇവിടെ ഒന്ന് കാണിക്കാം. ഇൻ കേസ് നമുക്കിവിടെ ഓക്കെ അല്ലാന്ന് തോന്നിയാൽ നാട്ടിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. എനിക്കെന്തോ ഇവിടെ നെഗറ്റീവ് ഫീൽ ചെയ്യുന്നു. അത് താൻ ഇത്രയും യാത്ര ചെയ്തത് കൊണ്ട് തോന്നുന്നതാ ഈ വല്ലായ്മ. ഡോക്ടർ പീറ്ററിനെ കാണാൻ വന്നതാണോ? എന്റെ മോളെ ആ ഡോക്ടറിനെ തന്നെയാ കാണിക്കുന്നത്. എന്റെ മോളുടെ ജീവൻ പോകേണ്ടതായിരുന്നു. ഇവിടുത്തെ ഡോക്ടർമാര് കാരണമാ എന്റെ മോൾ ഇന്ന് ജീവനോടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ആ ഡോക്ടർമാരോട്. എനിക്കുറപ്പാ മോൾക്കിത് സുഖപ്രസവമായിരിക്കും. ഇത് 5th വീക്കാണ്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. കുട്ടി ഇപ്പൊ ഓക്കെയാണ്. പിന്നെ ചെക്കപ്പിന് വരുമ്പോ ഹസ്ബൻഡ് നിർബന്ധമായി കൂടെ ഉണ്ടാവണം. ഡെഫിനറ്റ്ലി ഡോക്ടർ. ഇനി എപ്പോഴാ വരേണ്ടത്? ഇനിയിപ്പോ 45 ഡേയ്സ് കഴിഞ്ഞ് വന്നാൽ മതി. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ ഡയറക്ട്ലി. താങ്ക് യു ഡോക്ടർ.
മൂഡ് സ്വിങ്സും വോമിറ്റിംഗും നോർമലാണ്. അതല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എങ്ങനെയുണ്ട് ഇപ്പോ? മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് സ്കാനിങ് ചെയ്യാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ, 1 സെക്കൻഡ്. ആ, ഇതാ വരുന്നു. നിങ്ങൾ എന്തായാലും സ്കാനിങ് ചെയ്തിട്ട് വരൂ. ശരി ഡോക്ടർ. എന്താണോ പേഷ്യന്റ് ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്? എന്താ കാര്യം? എടോ, താൻ എന്താണോ അവരെ ഉപയോഗിക്കാത്തത്? എടോ, അയാളൊരു SI യാ. മാത്രമല്ല 2 പേർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്. ചുമ്മാതെന്തിനാ റിസ്ക് എടുക്കുന്നേ? എടോ, താനും കേട്ടതല്ലേ ജയറാം സാറ് പറഞ്ഞത്? ആ ശ്രീധർ പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയ നമുക്ക് അതിന്റെ ലാഭം. അതിന് നമ്മുടെ കോൺട്രിബ്യൂഷനാ വേണ്ടത്. എടോ, ഞാൻ അവരെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? അവര് വേറെ ഹോസ്പിറ്റലിൽ പോയാ എല്ലാം അന്നത്തോടെ പൊളിയും. നിയമം അറിയാവുന്നവന്റെ അടുത്ത് തന്നെ വേണോ? എന്തോന്ന് നിയമം? അവിടെയാ തന്റെ മിടുക്ക്. താൻ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. എന്നിട്ട് അവൻ തീരുമാനിക്കട്ടെ അവള് വേണോ അതോ കൊച്ചു വേണോന്ന്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്റെ മാക്സിമം. ശരി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ലക്ഷ്മി ഒന്ന് പുറത്തിരിക്കുവോ? എനിക്ക് ആന്റണിയോടൊന്ന് സംസാരിക്കണം. എന്താ ഡോക്ടർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഇല്ലടോ, ഒരു എൻക്വയറിക്ക് വേണ്ടിയാ. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ആന്റണി, ഞാൻ പറയാൻ പോകുന്ന കാര്യം തനിക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാക്കിയേക്കാം. ബട്ട് യു ഹാവ് ടു ഫേസ് ഇറ്റ്. എന്താ ഡോക്ടർ, എന്താ പ്രശ്നം? ആന്റണി, പ്രഗ്നൻസിയുടെ ആദ്യത്തെ സ്കാനിങ്ങിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാകില്ല. കുട്ടിയുടെ വലിപ്പം കൂടുന്തോറും ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ സ്കാനിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആന്റണി പ്ലാസന്റ പ്രീവിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ആ, മെഡിക്കൽ സയൻസ് എനിക്ക് അത്ര വശമില്ല. അത് പ്ലാസന്റ പ്രീവി എന്നൊരു കണ്ടീഷനുണ്ട്. കുട്ടിയുടെ പ്ലാസന്റ അമ്മയുടെ ഗർഭപാത്രത്തിന് മുകളിൽ വരുന്നതിന് പകരം താഴെ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇത് 3 തരത്തിലുണ്ട്: ചെറുതായി, ഭാഗികമായി, മുഴുവനായി. ലക്ഷ്മിയുടെ കേസിൽ ഇത് മുഴുവനായിട്ടാണ്. കുട്ടി പുറത്തു വരാനുള്ള കെർവിക്സ് മുഴുവനായി മൂടിയിരിക്കുന്നു. ഞാൻ പറയുന്നത് അത്ര ഹോപ്പ്ലെസ് ആയിട്ട് എടുക്കണ്ട. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആന്റണി, ഇത് കുഞ്ഞിന്റെ അമ്മയുടെ ആരോഗ്യത്തിന് അപകടമാണ്. പ്രഗ്നൻസിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ, അതായത് ആഫ്റ്റർ 7 months, there is a chance of painless bleeding that we only can recognize by ultra scanning. Then there is a risk. അതുകൊണ്ട് 7 months തന്നെ നിങ്ങൾ അഡ്മിറ്റ് ആവണം. എപ്പോഴാണ് പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് സിസേറിയൻ ചെയ്യണം. ബട്ട് ഇറ്റ് മേ ഹേർട്ട് യു. കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും എനിക്ക് തരാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ സേ ലക്ഷ്മി. ആഫ്റ്റർ 7 months ഡെലിവറി നടക്കും. പക്ഷേ അതൊരു പ്രീമച്യൂർ ബേബി ആയിരിക്കും. ഡോക്ടർ, ഞങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടതാ. ആന്റണി, എനിക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ. പക്ഷേ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞിനു വേണ്ടി ലക്ഷ്മിയുടെ ജീവൻ വെച്ച് കളിക്കണോ? നോ, വേണ്ട. എനിക്കെൻ്റെ ലക്ഷ്മിയെ വേണം. എന്തൊക്കെ നഷ്ടം വന്നാലും എൻ്റെ ലക്ഷ്മിയെ രക്ഷിക്കണം ഡോക്ടർ. ആന്റണി, ഞാൻ പറഞ്ഞില്ലേ, ലച്ചു, നമുക്കത് വിധിച്ചിട്ടില്ലടോ.
ലച്ചു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ചേച്ചി ഒന്ന് നോക്കിക്കോണേ. ഞാൻ നോക്കിക്കോളാം. ഹലോ മോനെ, മോൾക്ക് പെട്ടെന്നൊരു വേദന. ഒന്ന് വേഗം വരുവോ? ചേച്ചി, ഞാൻ ഉടനെ വരാം. നിങ്ങൾ വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ. ഡോക്ടർ, ഞാൻ ലക്ഷ്മിയുടെ ഹസ്ബൻഡാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പൊ തന്നെ അഡ്മിറ്റ് ആവണോ? ഇപ്പൊ എന്തിനാ അഡ്മിറ്റ് ആവുന്നത്? ഡേറ്റ് ആകുമ്പോ അഡ്മിറ്റ് ആയാൽ മതി, അല്ലെങ്കിൽ പെയിൻ വരുമ്പോ. ഡോക്ടർ, അതല്ല, ഓൾറെഡി പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട്. കോംപ്ലിക്കേഷൻസോ? എന്ത് കോംപ്ലിക്കേഷൻസ്? ഡോക്ടർ, പ്ലാസന്റ പ്രീവിയ. ഹേ, പ്ലാസിന്റെ പ്രീവിയയോ? തന്നോട് ആരാ പറഞ്ഞ്? 50+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്, എന്നിട്ടും ഞാനൊന്നും കണ്ടില്ല. ഡോക്ടർ, ഒരു തവണ കൂടി ചെക്കപ്പ് ചെയ്ത് നോക്കിയാൽ. എടോ, തനിക്ക് ഞാനല്ലാതെ വേറെ ഏത് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി ചെക്കപ്പ് ചെയ്യാം? ഈ പ്രഗ്നൻസിയിൽ ഒരു സ്കാനിങ്ങിലെങ്കിലും താനീ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റെതസ്കോപ്പ് അങ്ങ് ഊരും. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാ ചെക്ക് ചെയ്തത്? അത് KJ ഹോസ്പിറ്റൽസ്. എടോ, പബ്ലിസിറ്റി നോക്കി പോകുന്നത് നല്ലത് തന്നെയാ, ബട്ട് അറ്റ്ലീസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ എങ്കിലും കൺസൾട്ട് ചെയ്യണം. താൻ ഈ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻസും ലക്ഷ്മിയുടെ പ്രഗ്നൻസിയിൽ ഇല്ല. തനിക്ക് എന്നെ വിശ്വാസം വരുന്നില്ലെങ്കിൽ മറ്റെവിടെയും തനിക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ റിസൾട്ട് ഒന്നായിരിക്കും. ലക്ഷ്മിക്കും തന്റെ കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. ആന്റണി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഡോക്ടർ പീറ്റർ പറഞ്ഞതോ? ലക്ഷ്മി, എന്റെ അവസ്ഥയും അത് തന്നെയാ. എനിക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നമുക്ക് ചുറ്റും എന്തോ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കും. ഇത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. തനിക്കും നമ്മുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. എന്തായി പോയ കാര്യം? എന്തെങ്കിലും കിട്ടിയോ? ഏടോ, നമ്മൾ കരുതിയ പോലെയല്ല. എല്ലാവരും പക്കാ ഫ്രോഡാ. എന്ത് ക്രൂരതകളാ നമ്മളെപ്പോലെ ഉള്ളവരോട് അവർ ചെയ്തത്. ഒരു കണക്കിന് പറഞ്ഞ മാഫിയ. ജീവന് പോലും വിലയില്ലാത്ത ബ്ലഡി. അത് പിന്നെ നീ എന്റെ കൊച്ചു അത് കേൾക്കണ്ട. തൽക്കാലം ഇതൊക്കെ ഒന്ന് മാറ്റിവെക്ക് സാറേ. കുറെ നാളായില്ലേ ഇതിന്റെ പുറകെ. വന്ന് വന്ന് ഞങ്ങളുടെ ഒപ്പം പോലും ടൈം സ്പെൻഡ് ചെയ്യാൻ സാറിനില്ല. ഓക്കെ, ഈ പരാതി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. പറഞ്ഞോളൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? പ്രത്യേകിച്ചൊന്നും വേണ്ട. ദേ, ആ ഐസ്ക്രീം വാങ്ങി തന്നാ മതി. ഇതിപ്പോ എത്രാമത്തെ ഐസ്ക്രീമാ? ഇത് എനിക്ക് കഴിക്കാനല്ല, മോന് വേണമെന്ന് പറഞ്ഞിട്ടാ. ഇല്ലെങ്കിൽ നാളെ എന്റെ മോൻ വന്നിട്ട് അന്ന് ഇതുപോലെ പപ്പ എന്താ ഒന്നും വാങ്ങി തരാത്തതെന്ന് ചോദിച്ചാ പപ്പ എന്ത് പറയും? ആണോ? ഒന്ന് പോ അവിടുന്ന്, വന്നിട്ട് തരാം. ഓക്കെ.
ആന്റണി, എന്താടോ പിണങ്ങിയിരിക്കുന്നേ? ഞാൻ സോറി പറഞ്ഞില്ലേ? ഒന്നും മിണ്ടടോ. തനിക്ക് ഞാനും എനിക്ക് താനും, അത് മതി. നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം. അവിടെ താനും ഞാനും നമ്മുടെ കുഞ്ഞും, അങ്ങനെ നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ലോകം. ഹലോ ആന്റണി, നൈസ് ടു മീറ്റ് യു. തനിക്കെന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഐ എം ശ്രീധർ രാജാറാം, ദ ആന്റഗോണിസ്റ്റ് ഇൻ ദിസ് സ്റ്റോറി. അയ്യോ, എന്തിനാ കരയുന്നേ? ഭാര്യ ചത്തുപോയോ? എന്തു ചെയ്യാനാ? നീ ഞങ്ങളുടെ വഴിയിൽ വന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്കിത് ചെയ്യേണ്ടി വന്നത്. ഒരു കുഴപ്പവും ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ വഴിയിലൊരു തടസ്സം വന്നാൽ എന്തു ചെയ്യും? അതേ ഞങ്ങളും ചെയ്തുള്ളൂ. വഴിയിലൊരു തടസ്സം വന്നാ വെട്ടിക്കളഞ്ഞ ശീലം. അവളെ കൊല്ലില്ലാന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേടാ. നിന്റെ കുഞ്ഞിനെ മാത്രം മതിയായിരുന്നില്ലേടാ ഞങ്ങൾക്ക്. പിന്നെ എന്തിനാടാ നീ വാശി പിടിച്ചത്? നിന്നെ പോലെ കാക്കിയിട്ട ഏമാമാര് ഞങ്ങളെ മൂക്കി വലിച്ചു കയറ്റുമെന്ന് വിചാരിച്ച പിന്നെ ഞങ്ങളെ പോലെയുള്ള പാവം ബിസിനസ്സുകാർ എന്തു ചെയ്യും? പാവം ജീവിച്ച് കൊതി തീർന്നില്ല. നീ കാരണമല്ലേ അവക്ക് ഈ അവസ്ഥ വന്നത്. അവൻ ഹോസ്പിറ്റലിന്റെ പിഴവ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. ആദ്യം സ്വന്തം തന്തേം തള്ളെ ആരാന്ന് കണ്ടുപിടിക്കടാ. കുപ്പത്തൊട്ടിയിലെ പുഴുവനും കൊട്ടാരത്തി വാഴ മോഹം ചവിട്ടി അരച്ചു കളയും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മളൊരിക്കലും കാണാതിരിക്കട്ടെ. എങ്കിൽ ഞങ്ങൾ പോട്ടെ. ആന്റണി സാറേ. DGP സാറുണ്ടോ? ആ ആന്റണി, താനകത്തുവാ.
ലക്ഷ്മിയുടെ വെറും ഒരു ആക്സിഡന്റ് അല്ല, കൊന്നതാ സാർ, അവര് കൊന്നതാ. അതെ ആന്റണി, തന്റെ ഭാര്യയുടെ മരണം ഒരു കൊലപാതകം തന്നെയാണ്. അതിന് കാരണക്കാരൻ ഇയാളാണ് വണ്ടി ഓടിച്ചത്. ആ സ്ട്രീറ്റിലുള്ള CCTV ഞങ്ങൾ ചെക്ക് ചെയ്തിരുന്നു. ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതെ സാർ, ഞാനാ വണ്ടി ഓടിച്ചത്. ഒരിക്കൽ ആന്റണി സാറായിട്ട് പെറ്റി കേസിന്റെ പേരിൽ ഉടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ദേഷ്യത്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. കള്ളം പറയുന്നോടെ ചെറ്റേ. ആന്റണി സ്റ്റോപ്പ് ഇറ്റ്. തനിക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള സ്ഥലമല്ല ഇത്. തന്റെ ഭാര്യയുടെ കൊലപാതകത്തിന്റെ പ്രതിയെ ഞങ്ങൾ കണ്ടെത്തി. നാളെ ഇയാളെ കോർട്ടിൽ ഹാജരാക്കും. അർഹിക്കുന്ന ശിക്ഷ തന്നെ ഇയാൾക്ക് കിട്ടും. സോ ഈ കേസ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. സാർ, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കും. എത്ര തെളിവ് വേണമെങ്കിലും ഞാൻ തരാം. എല്ലാ എവിഡൻസും എന്റെ കയ്യിലുണ്ട്. ഒരു വലിയ ചതിയാ ഈ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, എങ്കിൽ താനെ തെളിവായിട്ട് വാ. എന്നിട്ട് നോക്കാം അന്വേഷിക്കണോ വേണ്ടയോ എന്ന്. ഹാ, ഓക്കെ സാർ. കുഞ്ഞെ, ഫാദർ, എന്റെ ലക്ഷ്മി. രംഗബോധമില്ലാത്ത കോമാളിയാ കുഞ്ഞെ മരണം. എപ്പോ എങ്ങനെ കടന്നു വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. എല്ലാം തമ്പുരാൻ വിധിച്ചതല്ലേ. പക്ഷേ ഇത് ജീവിതത്തിന്റെ അവസാനമാണെന്ന് കരുതരുത്. ഇനിയും ജീവിതമുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിനക്ക് വേണ്ടി എപ്പോഴും സെന്റ് സെബാസ്റ്റ്യൻ ഓർഫനേജ് തുറന്നു കിടക്കും. നിന്നെ കാത്ത് ഒരുപാട് അച്ഛനമ്മമാരുണ്ടവിടെ. 1000 വാതിൽ അടഞ്ഞു കിടന്നാലും കർത്താവ് ഒരു വഴി തുറന്നു തരും കുഞ്ഞെ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ആരുമില്ലാത്ത എനിക്ക് എന്റെ ലച്ചു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടില്ലേ? എന്റെ കുഞ്ഞിന്റെ മുഖം പോലും ഞാൻ കണ്ടില്ല. എല്ലാം എനിക്ക് മാത്രം നഷ്ടപ്പെട്ടു. സത്യം തെളിയിക്കാൻ ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ചു. നിന്റെ പപ്പയുടെ പോലും ആരും എന്നെ കേട്ടില്ല. അന്ന, നീ പറ, കൊല്ലണ്ടേ അവന്മാരെ? നിനക്കിങ്ങനെ ഒരു അവസ്ഥ വന്നാ നിന്റെ പപ്പ കൊല്ലില്ലേ അവരെ? അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിലെങ്കിലും കൊണ്ടുവരില്ലേ? പക്ഷേ എനിക്ക് വേണ്ടി പോരാടാൻ നിയമം ഉണ്ടായിരുന്നില്ല. എന്റെ ലച്ചുവിനും ഞങ്ങളുടെ കുഞ്ഞിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് വേണ്ടി പൊരുതേണ്ടത് ഞാനല്ലേ? അന്ന, നിന്നെ വിഷമിപ്പിക്കണമെന്നോ നിന്റെ ഫീലിങ്സ് വെച്ച് കളിക്കണമെന്നോ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം നിനക്ക് നിന്റെ പപ്പയോട് പറയാം. എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. നിന്റെ പപ്പയടക്കം എല്ലാവരും ഞാൻ കെട്ടിയ നൂലിലെ പാവയായിരുന്നു. എല്ലാം അവസാനിച്ചെന്ന് എനിക്കവരെ ബോധ്യപ്പെടുത്താൻ 6 വർഷം വേണ്ടി വന്നു. എല്ലാം എൻ്റെ പ്ലാൻ പോലെ തന്നെ നടന്നു. വീണ്ടും കേസിലേക്ക് വിളിപ്പിച്ചതും ഹോസ്പിറ്റൽ CCTV ഹാക്ക് ചെയ്തതും
നവീനിലേക്ക് തെറ്റിദ്ധാരണ കൊണ്ടുവന്നതും വരുണിന്റെ തുടർന്നുള്ള അന്വേഷണവും എല്ലാം ആന്റണിയുടെ പ്ലാനായിരുന്നു. തുടങ്ങി വെച്ചത് എനിക്ക് അവസാനിപ്പിച്ചേ തീരൂ. ഈ കളിയിലെ അവസാനത്തെ കണക്കും എനിക്ക് തീർക്കണം. നിങ്ങളെ എത്ര തവണ വിളിച്ചു മനുഷ്യ, എന്താ ഫോൺ എടുക്കാഞ്ഞേ? മനഃപൂർവ്വം എടുക്കാഞ്ഞതാ. ഒരു തവണ കട്ടാക്കുമ്പോ അറിയാൻ മേലെ തിരക്കാണെന്ന്. പിന്നെ എന്തിനാ വിളിച്ചോണ്ടിരിക്കുന്നേ? ഓ, അപ്പോ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? പൊന്നുമോള് വന്നപ്പോ തൊട്ട് ഡോറും അടച്ചിരിപ്പുണ്ട്. ചോദിച്ചിട്ടൊരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പന്തേ വന്നപ്പോ തൊട്ട് ദേഷ്യം. എന്നാ ബോബനും മോളും പിണങ്ങിയോ? വന്നപ്പോ തൊട്ട് മിണ്ടുന്നില്ലേ? അവിടുന്ന് വരുമ്പോ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ. എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ആരുമില്ലാത്ത എനിക്ക് എന്റെ ലച്ചു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടില്ലേ? എന്റെ കുഞ്ഞിന്റെ മുഖം പോലും ഞാൻ കണ്ടില്ല. എല്ലാം എനിക്ക് മാത്രം നഷ്ടപ്പെട്ടു. സത്യം തെളിയിക്കാൻ ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ചു. നിന്റെ പപ്പയുടെ പോലും ആരും എന്നെ കേട്ടില്ല. അന്ന, നീ പറ, കൊല്ലണ്ടേ അവന്മാരെ? എന്റെ ലച്ചുവിനും ഞങ്ങളുടെ കുഞ്ഞിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് വേണ്ടി പൊരുതേണ്ടത് ഞാനല്ലേ? അന്നമ്മേ, മോൻ എന്നാ പറ്റിയടാ? ഈ മമ്മി എന്നാക്കിയായി പറയുന്നേ? വന്നേ, മമ്മിയുടെ 4 ഡയലോഗ് അടിച്ചേ. വന്നേ. അന്നെ എന്താ? എന്തു പറ്റി? അന്നെ, നീ എന്താ കരയാണോ? പാവായിരുന്നില്ലേ പപ്പ അന്തോണിച്ചൻ? കാല് പിടിച്ച് ചോദിച്ചതല്ലേ. പപ്പയ്ക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യായിരുന്നില്ലേ? ആ കേസ് ഒന്ന് അന്വേഷിച്ചൂടായിരുന്നോ? അന്നെ, നീ എന്തൊക്കെയായി പറയുന്നേ? കുറ്റം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുമല്ലേ പപ്പയെ ചെയ്യേണ്ടത്. അന്തോണിച്ചനെ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിൽ, അന്ന് അന്തോണിച്ചന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ അയാൾ ഒരു കൊലപാതകിയാകുമായിരുന്നോ? ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടാകുമായിരുന്നോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു കൊലപാതകിയാക്കിയില്ല എന്റെ അന്തോണിച്ചനെ. അന്നെ, നീ എന്താ പറഞ്ഞേ? അന്നെ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്. ആന്റണി എന്ത് ചെയ്തെന്നാ നീ പറഞ്ഞേ? ഹലോ, ആര്? എപ്പോ? എവിടെ വെച്ച്? മീഡിയ ഇതറിഞ്ഞോ? ഓക്കെ, ഞാൻ ദാ വരുന്നു. ഒരാളും കൂടി മരിച്ചു അല്ലേ പപ്പേ? ഇതല്ലേ പപ്പേ ശരി? തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണ്ടേ? അത് നിയമം നൽകാത്തത് കൊണ്ട് അയാളുടെ കോടതിയിൽ അയാൾ ശിക്ഷ വിധിച്ചു. ആന്റണി ഇപ്പൊ എവിടെയുണ്ട്? എന്താ പപ്പേ, അറസ്റ്റ് ചെയ്യാനാണോ? എങ്കിൽ ഞാൻ പപ്പയോട് ഒരു കാര്യം ചോദിക്കട്ടെ. എനിക്കാണ് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ പപ്പ എന്ത് ചെയ്യുമായിരുന്നു? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നല്ലേ? അങ്ങനെയെങ്കിൽ പപ്പ ആരുടെ കൂടെ നിൽക്കും? പപ്പയ്ക്ക് അയാളെ അറസ്റ്റ് ചെയ്യാം, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാം. പക്ഷേ അയാൾ ചെയ്യുന്നത് പപ്പയ്ക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് സമയം കൊടുത്തൂടെ പപ്പ? അയാൾ തുടങ്ങി വെച്ചതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി പ്ലീസ് പപ്പേ. ഡ്രസ്സ് പോലും മാറാതെ നിങ്ങൾ ഇത് എങ്ങോട്ട് പോവാ? ഈ പപ്പയും മോൾക്കും ഇതെന്നാ പറ്റി? ഹലോ ഡെവിച്ച, ഞാൻ പറയുന്നതെല്ലാം സത്യവാ. എന്റെ ലച്ചുവിനെ അവര് കൊന്നതാ. അവര് ചെയ്ത തെറ്റുകളെല്ലാം തെളിയുമെന്ന് പേടിച്ചിട്ടാ അവരിങ്ങനെയൊക്കെ ചെയ്തത്. എന്നെ ഒന്ന് വിശ്വസിക്ക്, എന്റെ ലച്ചുവിനെ അവര് കൊന്നതാ. ആന്റണി, ഞാൻ തന്നോട് പലവട്ടം പറഞ്ഞു ഈ ഒരു കാര്യം സംസാരിക്കാൻ എന്നെ വിളിക്കരുതെന്ന്. പ്രതിയെ ഓൾറെഡി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സോ ഈ കേസ് ഇവിടെ ക്ലോസ് ആയി. മാത്രമല്ല, ഇതെന്റെ സ്റ്റേഷൻ പരിധിയിലുള്ള കേസല്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. അപ്പോൾ തനിക്ക് അനുസരണയുണ്ട്. ഈ കേസിൽ ആവശ്യമില്ലാതെ ഇടപെട്ട് അവനെ സഹായിച്ചാൽ കുടുംബം തന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ DGP അല്ല,
തൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി വരെ അനുസരിക്കും. അല്ലേടോ? ഇനി അവൻ തന്നെ വിളിക്കില്ല. തൻ്റെ ചെറുവിരൽ പോലും അവന് വേണ്ടി ചലിക്കില്ല. അല്ലെങ്കിൽ നാളെ ആന്റണിയുടെ സ്ഥാനത്ത് താനായിരിക്കും. ഇനി അവൻ്റെ കോള് വരുമ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. കോപമോ ദേഷ്യമോ കൂടാതെ ലോകത്തിൽ ധർമ്മം നിലനിർത്താൻ അധർമ്മം ചെറുക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് ധാർമ്മികം. ദോഷം വളരുമ്പോഴും നല്ലവൻ മിണ്ടാതിരിക്കുമ്പോഴും അധർമ്മം വേരൂന്നും. അതുകൊണ്ട് ധർമ്മത്തിനായി യുദ്ധം ചെയ്യുന്നവൻ പാപിയല്ല, ധർമ്മവീരൻ തന്നെയാണ്. ഡേവിഡ് സാർ ഇത് കേട്ടിരിക്കാൻ വഴിയില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നതാ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ എൻ്റെ മുന്നിൽ വരുമെന്ന്. അന്ന ബ്രില്യൻ്റ് ആണ് സാർ. എൻ്റെ പ്രതീക്ഷകൾക്ക് മുന്നേ അന്നയെല്ലാം മനസ്സിലാക്കി. ആന്റണി, നീ ഇപ്പോൾ ചെയ്യുന്നത് എന്തായാലും അത് നിയമത്തിന്റെ മുന്നിൽ തെറ്റ് തന്നെയാ. ഐ വാസ് ഹെൽപ്ലെസ്. എന്നെ കൊണ്ടൊന്നും കഴിഞ്ഞിരുന്നില്ല. കുടുംബം, അതല്ലേ നിങ്ങളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. എനിക്കും ഉണ്ടായിരുന്നു സാർ ഒരു കുടുംബം. അത് തന്നെയാ എന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ആന്റണി, എനിക്കിത് പറയാൻ അർഹതയില്ലെന്നറിയാം. പക്ഷേ നിയമത്തിന്റെ മുന്നിൽ നീ കൊലയാളിയാണ്. നീ ലോകത്തോട് പല സത്യങ്ങളും വിളിച്ചു പറയാൻ കഷ്ടപ്പെട്ടില്ലേ? അത് ഈ ലോകം മനസ്സിലാക്കി. നിനക്കൊരു ജീവിതം ഉണ്ട് ആന്റണി. പ്ലീസ് ആന്റണി, ഞാൻ നിന്നെ രക്ഷിക്കാം. നിനക്കൊന്നും സംഭവിക്കില്ല. ഈ കേസിൽ നിന്നെല്ലാം ഞാൻ നിന്നെ രക്ഷിക്കാം. ശരി സാർ, എല്ലാം അവസാനിപ്പിക്കാം. പക്ഷേ എൻ്റെ ലക്ഷ്മിയുടെ സ്ഥാനത്ത് നാളെ അന്നയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇനിയും ഒരുപാട് ലക്ഷ്മികൾ ഉണ്ടാകണോ? എൻ്റെ കുഞ്ഞിനെ പോലെ ഒരുപാട് നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഇനിയും ജനിച്ചു മരിക്കണോ? ശിക്ഷിക്കുകയല്ല സാർ നിങ്ങൾ അവരെ, നിയമത്തിന്റെ ബന്ധനത്തിൽ സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെ കൊല്ലപ്പെട്ട ഓരോ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും എന്ത് നീതിയാണുള്ളത്? നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊലയാളിയാണ്. എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് കീഴടങ്ങാം. പക്ഷേ തുടങ്ങി വെച്ചത് എനിക്ക് അവസാനിപ്പിച്ചേ തീരൂ. എത്ര കൊല്ലമായി എന്റെ കൂടെ ജീവിക്കുന്നു, എന്നിട്ടൊരു ക്യാരറ്റ് പോലും അരിയാൻ അറിയാമേലെ മനുഷ്യ. നിങ്ങളുടെ മോളും കെട്ടി ഒരു കൊച്ചുമായി. ഇത്രയും നാളായിട്ടും ഒരു കുഞ്ഞു ജോലി പോലും ചെയ്യാൻ കഴിയാത്ത നിങ്ങൾക്കാണോ മനുഷ്യ രാഷ്ട്രപതി അവാർഡ് തന്നത്? എനിക്ക് അവാർഡ് കിട്ടിയത് ക്യാരറ്റ് അരിഞ്ഞിട്ടല്ല. ഓ, അല്ലേലും എന്തെങ്കിലും പറഞ്ഞ ഓരോ ന്യായീകരണം. ഈ അടുക്കളയിൽ കിടന്ന് എന്റെ ജീവിതം തീരത്തേ ഉള്ളൂ. ഒരു മോളുള്ളതൊന്നും സഹായിക്കത്തുമില്ല. എന്നാത്തിനാണോ ഞാൻ 10 മാസം ചുമന്നത്? എന്റെ പൊന്ന് ആലീസേ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഒരു മെയ്ഡിനെ വെക്കാന്ന്. അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞ വേണ്ടാന്ന്. ഓ, എന്തെങ്കിലും പറഞ്ഞ പപ്പയ്ക്കും മോൾക്കും പൈസ ചെലവുള്ള കാര്യമേ പറയാനുള്ളൂ. ഹോ, ശരി ശരി, ഞാൻ എങ്കിൽ ആ പാത്രമൊക്കെ കഴുകി വെക്കാം. വേണ്ട വേണ്ട, അതൊക്കെ എന്റെ പുതിയ പാത്രങ്ങളാ. അത് ഞാൻ കഴുകിക്കോളാം. നിങ്ങൾ കഴുകിയാൽ ശരിയാവത്തില്ല. എങ്കിൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. വേണ്ട വേണ്ട, അതിലേതൊക്കെ ഫുഡാ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഹോ, ഇത് വലിയ കഷ്ടമായല്ലോ. ഒന്നും ചെയ്യിപ്പിക്കേയില്ല, ചെയ്യുന്നതിനൊട്ടും വിലയും തരത്തില്ല. ഞാൻ പോവാ, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. എന്നെ പറഞ്ഞാലും ഉടനെ അങ്ങ് മുങ്ങിക്കോണം. അല്ലെങ്കിലും എന്നെ സഹായിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഓ, ഇന്നും തുടങ്ങിയോ രണ്ടാളും? ഒരു സമാധാനം തരത്തില്ല. നാണമില്ലേ അപ്പാപ്പ ആ പാവം അമ്മാമ്മയോട് അടി കൂടാൻ? ഓ, അപ്പൊ നീ അമ്മാമ്മയുടെ സൈഡാ അല്ലേ? എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തോ കാര്യം സാധിക്കാനാ അല്ലയോ? എന്ത് കാര്യം? ഞാൻ അല്ലെങ്കിലും അമ്മാമ്മയുടെ കൂടെയാ. ഷോ, കഷ്ടമായി പോയല്ലോ. ഒരു ബോക്സ് ഫുള്ള് ചോക്ലേറ്റ് വാങ്ങിച്ചു വരാനിരുന്നതാ. ഇനിയിപ്പൊ ഞാനത് ആർക്ക് കൊടുക്കും? പറ്റിച്ചേ, ഞാൻ അപ്പാപ്പന്റെ സൈഡാട്ടോ.
ആ ചോക്ലേറ്റ് ഫുൾ എനിക്ക് തന്നാ മതി. ദേ പപ്പേ, ആവശ്യമില്ലാത്ത വാഗ്ദാനം ഒന്നും കൊടുക്കണ്ട. ഇത് പപ്പയ്ക്ക് പണിയാകുവേ. മമ്മി ഒന്ന് പോയേ. ഈ മമ്മിക്ക് കുശുമ്പ. അപ്പാപ്പൻ എനിക്കല്ല വാങ്ങി തരുന്നേ, പിന്നെന്താ? മമ്മിക്ക് ചോക്ലേറ്റ് വാങ്ങി തരാൻ പപ്പയുണ്ട്. എനിക്ക് എന്റെ അപ്പാപ്പൻ മാത്രമേ ഉള്ളൂ. ഞാനൊന്നും പറയുന്നില്ലേ, എന്താന്ന് വെച്ചാ കാണിക്കും. ആന്റണി എവിടെ? ഇന്ന് ഓഫീസിൽ പോയില്ലേ? ഇല്ല പപ്പേ, ഇന്ന് ലീവാ. എന്തോ സുഖമില്ലാന്ന്. എങ്ങനെ സുഖമില്ലാതിരിക്കും? സമയം തെറ്റിയല്ലേ ഉറക്കം. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം അത് പിന്നെ പറയേ വേണ്ട. എന്തായാലും എണീറ്റ് വരാൻ പറ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ശരി പപ്പേ. ഓ, ഉറങ്ങുമ്പോ എന്തൊരു പാവം. കയ്യിലൊരു പെനിക്കല്ലേ അറിയൂ. എന്നതാടി ഒറ്റയ്ക്കിരുന്ന് പറയുന്നേ? അമ്മായിയപ്പന്റെ വിചാരം മരുമോന്റെ ഡ്യൂട്ടി ഷെഡ്യൂൾ കാരണം ഉറങ്ങാനും കഴിക്കാനും ഒന്നും സമയം കിട്ടത്തില്ല എന്നാ. പാവം ആ മനുഷ്യൻ അറിയുന്നില്ലല്ലോ മരുമോൻ എന്തിനാ ലീവ് എടുക്കുന്നതെന്ന്. അത് പിന്നെ സത്യമല്ലേ. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടിയിലല്ലായിരുന്നോ? അതിന്റെ ക്ഷീണം പിന്നെ കാണത്തില്ലേ? ഈ മനുഷ്യൻ ദേ ചെറുക്കം കേറി വരും കേട്ടോ. അതിനെന്നാടി നീ വന്നേ? ദേ ചായ വേണ്ട, പപ്പ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വന്നേ. ഡോക്ടർ പീറ്റർ, ഡോക്ടർ ജയറാം, ഡോക്ടർ വിശ്വം, മാലിക് എന്നിവരുടെ കൊലപാതകങ്ങളിലെ പ്രതിയായ ഡോക്ടർ ശ്രീധർ രാജാറാമിനെ വാരണാസിയിൽ നിന്നും 5 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി. ഒരു സ്വകാര്യ മാധ്യമമാണ് സംഭവം പുറത്തുവിട്ടത്. കഴിഞ്ഞ 5 വർഷങ്ങളായി പ്രതി ഒളിവിലായിരുന്നു. നവജാത ശിശുക്കളുടെ കൊലപാതകത്തിലുണ്ടായ സംഘർഷവും അതിൽ നിന്നുമുണ്ടായ പ്രതികരണവുമാണ് മരണപ്പെട്ട 4 പേരുടെയും കൊലപാതകത്തിലുള്ള കാരണം. മീഡിയയുടെ കണ്ടുപിടുത്തം പോലീസിനൊരു വഴിത്തിരിവാകുമോ? കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. അന്തോണിച്ച, എന്തെങ്കിലും പ്രശ്നമാകുമോ? വീണ്ടും എന്തെങ്കിലും? നീ നിന്റെ കുഞ്ഞു തല പുകച്ച് അധികം ആലോചിക്കണ്ട. നമ്മളെ സംരക്ഷിക്കാൻ മുകളിലൊരുവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായം വേണ്ടപ്പോൾ അവൻ നേരിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇല്ലെങ്കിൽ ഒരാളെ നമുക്കിടയിലേക്ക് അയക്കും. നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊലയാളിയാണ്. എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് കീഴടങ്ങാം. പക്ഷേ തുടങ്ങി വെച്ചത് എനിക്ക് അവസാനിപ്പിച്ചേ തീരൂ. ഹലോ വരുൺ. സർ, ആ ശ്രീധർ മിസ്സിംഗ് ആണ്. അയാളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ചധികം ഫോഴ്സ് ആവശ്യമാണ് സാർ. ഞാൻ ഉടനെ തന്നെ ചെയ്യാം. ഓക്കെ സാർ. അറിഞ്ഞോ അറിയാതെയോ ഞാൻ കൂടെ ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇന്നിതൊക്കെ. നീ നിന്റെ കോടതിയിൽ വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്തായാലും നിന്റെ ഒപ്പം ഞാനും ഉണ്ടാകും. നീ ചെയ്തതിനൊക്കെയും ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവർത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിലെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം ഞാൻ നിന്നെ താഴെ ഇറക്കും. ഇങ്ങനെ ഒരു ബൈബിൾ വചനമുണ്ട്. ഏതൊക്കെ നിയമത്തിൻ മുന്നിൽ നിന്ന് നീ രക്ഷപ്പെട്ടാലും നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നീ തന്നെ അനുഭവിക്കും. ശ്രീധർ സാറിനൊന്നും മനസ്സിലായില്ല അല്ലേ? ഇതൊരു കോടതിയാ. ഇവിടെ നിന്റെ വിധി നടക്കാൻ പോവാ. ഓ, ഇപ്പൊ പോലീസ് ഏമാമാരാണ് വിധി എഴുതുന്നത്. ഇതാര് ചത്തതിന്റെ കണക്ക് തീർക്കാനാ ഡേവിഡ് സാറേ ഈ കിഡ്നാപ്പ് നാടകം. നിനക്ക് വേണ്ടി വാദിക്കാൻ
ഇവിടെ വക്കീലോ വിധി എഴുതാനൊരു ജഡ്ജിയോ ഇല്ല. ചെയ്തു പോയ തെറ്റുകളുടെ ആഴമളക്കാൻ ഇവിടെ പീനൽ കോഡോ സെക്ഷൻസോ ഇല്ല. ഇവിടെ നിന്റെ വിധി നടക്കാൻ പോവാ. എന്റെ അറിവിൽ ഡേവിഡ് സാറിന് വേണ്ടപ്പെട്ടവരെ ആരെയും ഞാൻ കൊന്നിട്ടില്ല. എന്താ ഡേവിഡ് സാറേ, ഏതാ അവള്? ഈ കഥ എന്റെയാ ശ്രീധർ സാറേ, അത് ഞാൻ പറഞ്ഞു തരാം. സാറിന് എന്നെ മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഈ കഥ കുറച്ച് പഴയതാ. 6 കൊല്ലം പിന്നിലേക്ക് പോകേണ്ടി വരും. തനിക്കൊരു ആന്റണിയും ലക്ഷ്മിയും ഓർമ്മയുണ്ടോ? ഓ, അത് നീയായിരുന്നു. 6 കൊല്ലം കഴിഞ്ഞില്ലേ ആന്റണി? എത്രയെത്ര മുഖങ്ങൾ കണ്ടതാ. അതാ പെട്ടെന്ന് മനസ്സിലാകാഞ്ഞത്. ഈ 6 കൊല്ലം കഴിഞ്ഞിട്ടും നീ ഇതിന്റെ പിന്നാലെ വരാൻ കാണിച്ച ഗട്സ്, അത് ഞാൻ സമ്മതിച്ചു തരുന്നു. അതങ്ങനെയാ. പഴകും തോറും പ്രതികാരത്തിന്റെ വീര്യം കൂടും. എന്ത് പറയാനാ ആന്റണി, നിന്റെ ഭാര്യ ഒരു സുന്ദരിയായിരുന്നു. നീ കാരണമല്ലേ അവള് ചത്തുപോയത്. നീ എന്തിനാ ചെറുക്ക ഓരോന്നൊക്കെ എടുത്തു ചാടി ചെയ്തത്? അവളെ ഞാൻ അന്നേ നോട്ടമിട്ടതാ. അല്ലെങ്കിൽ അവളെ കൊല്ലാനുള്ള പ്ലാനൊന്നും എനിക്കില്ലായിരുന്നു. അവളൊന്ന് കിടന്ന് തന്നിരുന്നെങ്കിൽ അവക്ക് വേണ്ട സുഖം ഞാൻ കൊടുത്തേനെ. അവളന്ന് ചോരയിൽ കുളിച്ച് കിടക്കുന്ന കണ്ടപ്പോ എൻ്റെ കൺട്രോൾ പോയതാ. അവളുടെ ആ ജീവനില്ലാത്ത ശരീരത്തിലെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്നെ നിനക്കൊരു ചെയ്യാൻ പറ്റത്തില്ലടാ. എനിക്കെതിരെ ഒരു എവിഡൻസ് ഉണ്ടാക്കാൻ നിനക്ക് പറ്റത്തില്ല. ഞാൻ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടെന്നറിഞ്ഞ എൻ്റെ ആളുകൾ ഏത് നിമിഷവും ഇവിടെ എത്തും. അതിന് ശ്രീധർ സാറിനെ ആര് കിഡ്നാപ്പ് ചെയ്തു? തൻ്റെ നെറുകേടുകൾക്കെല്ലാം കൂടെയുണ്ടായിരുന്ന ആ 4 പേരെ കൊന്നതിൻ്റെ പേരിൽ താനിപ്പോൾ ഒളിവില്ല. ബിസിനസ്സിലുണ്ടായിരുന്ന എന്തോ ഒരു പ്രശ്നം. വാട്ട്? അതെ സാറേ, താൻ അവരെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും ഡ്രഗ്സും എല്ലാം 2 മണിക്കൂർ മുൻപേ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോൾ താൻ ഫേമസാ. ടിവിയിലെല്ലാം താനാ ബ്രേക്കിംഗ് ന്യൂസ്. ഇതേതാ നാടെന്ന് തനിക്കറിയാമോ? ചുറ്റും വനവ. താൻ ഇവിടെ കിടന്ന് ചത്താലും ആരും അറിയില്ല. പക്ഷെ തനിക്ക് ഞാനൊരു അവസരം തരാം, ഒരു സെക്കൻഡ് ചാൻസ്. തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ട് കാണിക്ക്. ആ വരുൺ, എന്താടോ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? തന്നെ കാണാനേ ഇല്ലല്ലോ. എന്ത് ചെയ്യാനാ സാർ, ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാ. ഒരു കേസ് കഴിയുമ്പോൾ മറ്റൊന്ന്. വീട്ടിലേക്ക് പോലും പോയിട്ട് കുറേയായി. പോലീസായി പോയില്ലേടോ. പേഴ്സണൽ ആവശ്യങ്ങൾ പോലും മാറ്റി വെക്കേണ്ടി വരും. വരുണേട്ടൻ എന്താ ഇത്ര രാവിലെ? എപ്പോ എത്തി? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒരു കേസ് ഇന്ന് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റ് വാങ്ങാൻ വന്നതാ. ആന്റണി ഇന്ന് ലീവാന്ന് വിളിച്ച് പറഞ്ഞിരുന്നു. അതാ ഞാനിങ്ങ് വന്നത്. അല്ല, എവിടെ ജൂനിയർ ആന്റണി? അവിടെ കിച്ചണിൽ മമ്മിയുടെ കൂടെയുണ്ട്. എങ്കിൽ ഞാൻ ആന്റണിയെ കണ്ടിട്ട് വരാം സാർ. ഓക്കെ വരുൺ. ആന്റണി,
ആ വരുൺ, താൻ എന്താ ഇത്ര നേരത്തെ? ഞാൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമായിരുന്നല്ലോ. അത് ഞാൻ നേരത്തെ വന്നതാ. ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. FIR DGPയുടെ ക്യാബിനിലുണ്ട്. താൻ തിരികെ പോകുമ്പോൾ അതുകൂടി കളക്ട് ചെയ്യണം. ഓക്കെ. താൻ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ ജോയിൻ ചെയ്യൂ. അതെ വരുൺ, ഓർഫനേജിൽ കുറച്ച് ആവശ്യങ്ങളുണ്ട്. അതാ പെട്ടെന്നൊരു ലീവ് എടുത്തത്. ഇന്ന് തന്നെ അവിടേക്ക് പോകണം. ഓക്കെ, താൻ പോയിട്ട് വാ. എന്തായാലും ഞാൻ ഈ ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് വേണം UPയിലേക്ക് പോവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ആ ഒളിവിലായിരുന്ന ശ്രീധരനെ നോർത്ത് ഇന്ത്യയിൽ വെച്ച് ആരോ കണ്ടെന്നറിഞ്ഞപ്പോ തൊട്ട് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു സമാധാനവും ഇല്ല. അയാളുടെ അലീബിയെ തുടർന്ന് ഈ കേസിൽ പ്രത്യേക ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. സോ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. തന്നെ ഇതിനോടകം DGP വിളിച്ചിട്ടുണ്ടാകുമല്ലോ. സാറ് വിളിച്ചിരുന്നു. പോയിട്ടും വലിയ കാര്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. പിന്നെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. മുകളിൽ നിന്നുള്ള ഓർഡർ അല്ലേ. പിന്നെ UP ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാളെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇത് അയാൾ തന്നെയാണോന്ന് ആർക്കറിയാം? അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അതോ ആരെങ്കിലും കൊന്നോ എന്ന് ആർക്കറിയാം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകുന്നേ വരൂ. അല്ലേ ആന്റണി? അല്ല ആന്റണി, ഡോക്യുമെന്റ് തന്നില്ല. അത് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. ദാ എങ്കിൽ പോട്ടെ.